പഠിച്ചവരെ, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഗുഹാമുഖത്ത് വലകെട്ടാൻ കഴിഞ്ഞ ഒരു ചിലന്തി പോലുമാകാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ മുട്ടയിട്ട് കൂടുവെച്ച് വട്ടമിട്ട് പറക്കാൻ കഴിഞ്ഞ ഒരു പ്രാവ് പോലുമാകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ റബ്ബേ. സാധുക്കളായ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. പക്ഷേ ഞങ്ങൾ ആ ഹബീബിന്റെ ഉമ്മത്തികളിൽ വളരെ അത്യുന്നതരായ ഉമ്മത്തികളുടെ കൂട്ടത്തിലാണ് ഞങ്ങൾപ്പെട്ടത്. ആ ഒരു ബോധം മനസ്സിലുണ്ടായി, ആ തിരിച്ചറിവ് നേടി സ്വർഗം വാങ്ങുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഈ നവദിനങ്ങളിൽ ഇവിടെ ഓടിയെത്തിയ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഈ സദസ്സിലിരിക്കുന്ന ആലിമീങ്ങളുണ്ട്, സയ്യിദന്മാരുണ്ട്. അബ്ബേ, മറ്റൊന്നും വിചാരിച്ചല്ല, ഈ വേദിയെ സ്നേഹിച്ചത് നിന്റെ ഹബീബിനെ സ്നേഹിച്ചിട്ടാണ്, ഇമാം ബൂസീരിയോടുള്ള സ്നേഹം കൊണ്ടാണ്. പടച്ചവനെ, ഞങ്ങളെ നീ സ്വർഗത്തിലെത്തിക്കണേ റഹ്മാനെ. ഇതിന് പ്രതിഫലമായി ഞങ്ങൾക്ക് നീ സ്വർഗം തരണേ റഹ്മാനെ. ഞങ്ങളെ നീ പാഴാക്കരുത് റഹ്മാനെ. ഞങ്ങളുടെ ഈ വേലകളൊക്കെ നീ വെറും ജോലിയാക്കി തള്ളിക്കളയരുത് റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതാണ് പറഞ്ഞത് വന്നുൽ ഹമാമ. അതായി ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി പറയുന്നത്, വന്നുൽ ഹമാമ. പ്രാവിനെ കണ്ടപ്പോൾ ഇവർ കരുതി, പ്രാവിനെ പറ്റി ഇവർ കരുതി, വവന്നുൽ അങ്കബൂത്ത, എട്ടുകാലിയെ കുറിച്ച് ഇവർ കരുതി, ലം തൻസുജു വലം തഹുനി, അത് വലകെട്ടില്ലല്ലോ, അത് വട്ടമിട്ട് പറക്കില്ലല്ലോ, അലാ ഖൈറിൽ ബരിയത്തി, സൃഷ്ടികളിൽ അത്യുത്തമരായ നബിതങ്ങളുടെ മേൽ അത് വലകെട്ടൂല, അതുപോലെ തന്നെ അതവിടെ വട്ടമിട്ട് പറക്കൂല എന്ന് പറഞ്ഞാൽ അവരുടെ വിചാരം എന്താ? മുഹമ്മദ് ഈ ഗുഹയിലുണ്ടെങ്കിൽ ഇതൊന്നും ഇവിടെ വലകെട്ടാനും പ്രാവിന് താമസിക്കാനും ഒന്നും കഴിയൂലല്ലോ. അള്ളാഹു പിന്നെ കൊടുത്തതാണ് അങ്കബൂത്തിന് ഓർഡർ, ഈ എട്ടുകാലിക്ക് വലകെട്ട് എന്റെ നബിയെ, എന്റെ ഹബീബിനെ രക്ഷപ്പെടുത്ത. അള്ളാഹുവിന്റെ ഹബീബാണ്, അള്ളാഹുവിന്റെ മിത്രമാണ്. അല്ലാഹു യഅ്സിമുക മിനന്നാസ് എന്ന് നബിതങ്ങൾ ഓഫർ നൽകിയ മഹാനാണ്. എന്തേ നബിതങ്ങൾക്കുള്ള കാവല്? നബിതങ്ങൾ ഒരു യതീമായിരുന്നില്ലേ? ആരും സംരക്ഷിക്കാനില്ലാത്തിടത്ത് അള്ളാഹുവിന്റെ ഹബീബിനെ കാത്തുരക്ഷിച്ചതാരാ? അബൂതാലിബിന്റെ സംരക്ഷണം അള്ളാഹു ഉണ്ടാക്കിയ നിമിത്തങ്ങളാണ്. പോവട്ടെ, അബൂതാലിബിന്റെ കാലം കഴിഞ്ഞിട്ട്, അബ്ദുൽ മുത്തലിബിന്റെ കാലം കഴിഞ്ഞ്, അബൂതാലിബിന്റെ കാലം കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ വല്ലതും ചെയ്യാൻ കഴിഞ്ഞോ? എന്നിട്ട് ചെയ്യാന്ന് കരുതിയതാണല്ലോ, കഴിഞ്ഞോ? അതൊന്നും പറയാൻ സമയമില്ലല്ലോ. അടുത്ത ബൈത്തതാണ്, വിഖായത്തുല്ലാഹി അഗ്നത് അൻ മുബാഅസതി മിനദ്ദുറൂഇ വഅൻ ആലിം മിനൽ ലുതുനി. അള്ളാഹുവിന്റെ സംരക്ഷണമുണ്ടായപ്പം, അള്ളാഹുവിന്റെ കാവലുണ്ടായപ്പം ഹബീബിന് ഇരട്ടി അങ്കികൾ ധരിക്കേണ്ടി വന്നില്ല. ഒരങ്കിയുടെ മുകളിൽ മറ്റൊരട്ടിയായി, അട്ടിയട്ടിയായി അങ്കികൾ ധരിക്കേണ്ട, സംരക്ഷണം ഉറപ്പുവരുത്തേണ്ട കാര്യം വന്നില്ല. ഇങ്ങനെയുള്ള കരുതൽ ഏർപ്പാടുകളൊന്നും നടത്തേണ്ടി വന്നില്ല. ഉയർന്നു നിൽക്കുന്ന കോട്ടക്കുള്ളിലാണ് പഴയ രാജാക്കന്മാരൊക്കെ ജീവിച്ചത്. കോട്ടക്കുള്ളിൽ അതവരുടെ സംരക്ഷണമായിരുന്നു. വലിയ വലിയ റസൂലുകളിൽ കോട്ടകളിൽ അവർ താമസിച്ചത്. എന്നാൽ നബിതങ്ങൾക്ക് ഇങ്ങനെ ഉയർന്ന കോട്ടകൾ വേണ്ട. ഹബീബിന് വാളേൽക്കാതിരിക്കാൻ, അമ്പേൽക്കാതിരിക്കാൻ, കല്ലേൽക്കാതിരിക്കാൻ ഇരുമ്പിന്റെ അങ്കിക്കുപ്പായങ്ങളുടെ ആവശ്യമില്ല. ഇതിന്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ അല്ലാഹു ഹബീബിനെ കാത്തു. അതിന്റെ വ്യക്തമായ ഉദാഹരണമല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്കായെന്ന് കണ്ടപ്പോ അബൂജഹൽ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരുന്നു. മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂല് രഹസ്യ ആരാധനയില്ല, പരസ്യമായി ഇന്ന് വരുന്നേ ഉള്ളൂ. അപ്പൊ അബൂജഹൽ ചോദിച്ചു, മുഹമ്മദ് നിങ്ങളുടെ മുമ്പിലൊക്കെ സുജൂദ് ചെയ്യാറുണ്ടോ? ആരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് മുഹമ്മദ് സുജൂദ് ചെയ്യാറുണ്ടെന്ന്. ഇന്ന് വരെ മുഹമ്മദ് എന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ടില്ല. ചെയ്യാനുള്ള ധൈര്യം മുഹമ്മദിനില്ല. എന്റെ മുമ്പിലെങ്ങാനും മുഹമ്മദ് സുജൂദ് ചെയ്താൽ ഉറപ്പാൻ ഞാൻ അവന്റെ മുഖം, ഞാൻ അവന്റെ ുക്ക്, ഞാൻ അവന്റെ പെരടി ഞാൻ ചവിട്ടിപ്പൊട്ടിക്കും. ഇവൻ പറയുന്നു അവന്റെ മുഹമ്മദ് എന്റെ മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്യട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ മുമ്പിലേ നടക്കുള്ളൂ. ഇവനിങ്ങനെ അഹങ്കാരം നിയന്ത്രിക്കാൻ കഴിയാഞ്ഞിട്ട് പറഞ്ഞു പോയതാ. വല്ലാഹു യഅ്സിമുക മിനന്നാസ് പറഞ്ഞ നബിതങ്ങൾ, ആ ഓഫർ കിട്ടിയ നബിതങ്ങൾക്ക് ഒരു പേടിയുമില്ല. ആരെ മുമ്പിലും ചെയ്യും, പക്ഷെ പരസ്യമായി ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പം പറഞ്ഞു, എന്റെ മുമ്പിൽ എങ്ങാനും സുജൂദ് ചെയ്താൽ മുഹമ്മദിന്റെ തല ഞാൻ ചവിട്ടി പൊട്ടിക്കും. സുജൂദിൽ കിടക്കുമ്പോൾ പേരടിക്ക് ഞാൻ ചവിട്ടും, പേരടി ഞാൻ ഓടിക്കും. പോരാ,
മുഹമ്മദിനെ ചവിട്ടിയിട്ട് അവന്റെ മൂക്ക് ഞാൻ മണ്ണിൽ പുരട്ടിക്കളയും. വല അഅ്ഫിറന്ന അൻഫഹു ബിതുറാ, ചവിട്ടിയിട്ട് മുഖം മണ്ണിൽ വെച്ചിട്ട് തേക്കും. ആരെപ്പറ്റിയായി പറയുന്നതെന്ന് ഇപ്പൊ അഹേനുണ്ടോ അറിയുന്നു? ആരെപ്പറ്റിയായി പറയുന്നതെന്നുണ്ട് അറിയുന്നുണ്ടോ? അങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവന്റെ മുമ്പിൽ തന്നെ സുജൂദിൽ വന്ന് വീണു. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കൂട്ടുകാർ ചോദിച്ചു, നല്ലൊരു അവസരമാണല്ലോ. കൂട്ടുകാർ ചോദിച്ചു, അല്ല നേതാവേ, നിങ്ങളല്ലേ ഇന്നലെ പറഞ്ഞു മുഹമ്മദ് സുജൂദിൽ കിടക്കുന്നത് കണ്ടാ ഞാൻ ഉപ്പിടിയാക്കുന്നൊക്കെ. മുഹമ്മദ് അതാ കിടക്കുന്നത്. അപ്പം പിന്നെ അഭിമാനം വലിയ പ്രശ്നമാണല്ലോ, നേതാവല്ലേ, കാര്യപ്പെട്ട ആളാ, ഇത് വലിയ സംഭവം. ഞാൻ ഈ വിഷയം മാത്രമേ പറയുന്നുള്ളൂ. റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹു കാത്ത ഒരു അനുഭവം. അപ്പൊ ഇവനിങ്ങോട്ട് ഇറങ്ങി വന്നു, മുഹമ്മദേ, നീ എന്റെ മുന്നിൽ തന്നെ വന്ന് ചെയ്യണോ ഇത് എന്ന് ചോദിച്ച് ഇവൻ ഇങ്ങ് ഇറങ്ങി വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഇങ്ങ് വന്നു. അപ്പോഴൊക്കെ എല്ലാവരും എന്തോ ഒക്കെ നടക്കുമെന്ന പ്രതീക്ഷയില്ല. അങ്ങനെ കാലിങ്ങ് പൊക്കി റസൂലുള്ളാഹി തങ്ങളെ ചവിട്ടാനിങ്ങ് ഒരുങ്ങുമ്പോൾ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചവിട്ടാനിങ്ങ് ഒരുങ്ങുകയാണ്. ചവിട്ടാൻ വേണ്ടി കാലിങ്ങ് പൊക്കുന്നതോടുകൂടെ അവൻ പിന്നോട്ടിങ്ങ് മാറി. നേതാവേ, പോകുമ്പോ വലിയ ഊക്കുണ്ടായിനല്ലോ, എന്തെങ്കിലും തിരിച്ചു വരുന്നോ വെച്ച്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരെ ഇടയിൽ ഇവൻ ആകെ അങ്ങോട്ട് വഷളായിരിക്കുക. ഇപ്പൊ കാര്യം തുറന്നു പറഞ്ഞു. കാരണം അങ്ങോട്ട് പോയപ്പോൾ വലിയ ഊക്കിലാ പോയത്. പണ്ടൊരാൾ വയനാട്ടിൽ പോകുമ്പോൾ എടുക്കാന്ന് വെച്ചപ്പോൾ ഞാൻ വയനാട്ടിലേക്കാണ്, കാരണം ഊക്ക് പോയതാണ്. അവിടുത്തെ ക്ലൈമറ്റ് പറ്റാതെ തിരിച്ചു വരുമ്പോൾ പനിച്ച് ഒയന്നിങ്ങനെ വരുമ്പോൾ ചോദിച്ചു, എവിടുന്ന? ഞാൻ വയനാട്ടിൽ നിന്ന് വരികയാണ്. എന്നോ മാതിരി ഇവനൊരു അയലിച്ച. അപ്പൊ ഇവര് ചോദിച്ചു, എന്തേ ഇത്, നിങ്ങൾ വലിയ ഊക്ക് പോയതാണല്ലോ. അപ്പൊ പറഞ്ഞു, ഇന്നി ലറഅയ്തു ബൈനി വബൈനഹു ഖന്ദഖൻ മിൻ നാർ. എന്റെയും മുഹമ്മദിന്റെ ഇടയിൽ ഞാൻ മുഹമ്മദിനെ ചവിട്ടാൻ വേണ്ടി കാലെന്ന് പൊക്കിയപ്പോ വലിയ ഒരു തീയിന്റെ കിടങ്ങ് ഞാൻ കണ്ടു. ഇന്നി റഅയ്തു ബൈനഹു വബൈനഹു ബൈനി വബൈനഹു ഖന്ദഖൻ മിൻ നാർ. മുഹമ്മദിന്റെ എന്റെ ഇടയിൽ വലിയ ഒരു തീക്കുണ്ടാരം, തീയിന്റെ ഒരു കിടങ്ങ്. ഞാൻ ആ കാലകാലം മുന്നോട്ടാണ് വെച്ചാൽ തീയിലാവുക ഉറപ്പാണ്. മാത്രല്ല അജ്നിഹതം വഹൗലാ, സുബ്ഹാനല്ലാഹ്, വേറെ കുറെ ചിറകുകൾ, വഹൗല, ഭീതിതമായ കുറെ രംഗങ്ങള്. ഞാൻ അതൊക്കെ കണ്ടപ്പോ പേടിച്ചു കൂട്ടരെ അങ്ങനെ തിരിച്ചു പോന്നതാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് സുജൂദിൽ നിന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞത്, വല്ലാഹി വല്ലാഹി ലൗ തനാ മിന്നി. ഞാനത് പറയണമെന്ന് കരുതിയിരുന്നു. ഹബീബിന്റെ ധീരത, ജിഹാദിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളുണ്ട്, അതിലേക്ക് എത്തുന്നില്ല. അതിന്റെ മുമ്പ് തന്നെ നമ്മുടെ പ്രഭാഷണം അവസാനിക്കുകയാണ്. ഇതാ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം. ലൗ തനാ മിന്നി, ആ പഹയനെങ്ങാനും എന്റെ അടുത്തേക്ക് വന്നിരുന്നെങ്കിൽ, എന്റെ അടുത്തേക്ക് വന്നിരുന്നെങ്കിൽ, എന്നോട് അടുക്കാൻ ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ, ലഖതഫതുൽ മലായികതു ഉളുവൻ നുബുവാ. ഇവനുണ്ടോ അറിയുന്നു? ഇവൻ പറഞ്ഞിട്ട് കുറെ ചിറകുകൾ ഈ അന്തംഗമ്മിക്കുണ്ടോ തിരിയുന്നത്? അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങിയതാ നബിയെ സംരക്ഷിക്കാൻ. ഇവനെങ്ങാനും നബി തങ്ങളെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവന്റെ പൊടി പോലും ഉണ്ടാകൂലായിരുന്നു. മലക്കുകളാ, മലക്കിന്റെ ചിറകു കൊണ്ടൊരു അടി എങ്ങാനും അടിച്ച് ആകെ തൂഫാനാകും. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് വെച്ച് മലക്കുകൾ അത് കാണിച്ചു കൊടുത്തതാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് വെച്ച്, അതൊന്നും പറയാൻ സമയമില്ലാത്ത ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് വെച്ച്, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത കൈകാര്യം ചെയ്യാൻ മലക്കുകളെ പിടിക്കാൻ വേണ്ടി വന്ന സമയത്ത് വിശുദ്ധ ഖുർആനിൽ ഇതൊക്കെ എടുത്തു ധരിച്ചെങ്കിലേ മനസ്സിലാവൂ. നബി തങ്ങളെ സഹായിക്കാൻ വേണ്ടി ചിറകുകൾ താഴ്ത്തി വന്ന, ഇതുകൊണ്ട് അടിക്കാൻ വേണ്ടി. പക്ഷേ ഇവൻ നല്ല നിനക്ക് തിരിച്ചു പോരാൻ, അതിൽ കുടുങ്ങാതെ ഇവൻ തിരിച്ചു പോരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ അടുത്തേക്കെങ്ങാനും വന്നിരുന്നെങ്കിൽ ലഖതഫതുൽ മലായിക, അല്ലാഹുവിന്റെ മലാക്കമാരവനെ റാഞ്ചിക്കൊണ്ടുപോകുമായിരുന്നു. എങ്ങനെ? അബൂജഹലിനെ മൊത്തം ഇങ്ങോട്ട് എടുത്തുകൊണ്ടുപോകുന്നല്ല, പാർട്ട് പാർട്ടായിട്ട് റാഞ്ചിക്കൊണ്ടുപോകുമായിരുന്നു. ഒരാൾ തലയെടുക്കും, ഒരാൾ തല ഇരുന്ന് കീശയിടും എന്നർത്ഥം. ഒരാൾ കൈ ഇരിഞ്ഞെടുക്കും, ഒരാൾ കാലെടുത്ത് ഇരിഞ്ഞെടുക്കും. ഇങ്ങനെ ഓരോരുത്തരും ഓരോ അവയവം കിട്ടുന്ന ഓരി വെക്കും. ധൈര്യം ഉണ്ടെങ്കിൽ വാടാം. ആരെ മുന്നെന്നാ വിളിക്കുന്നത്? ആയിരക്കണക്കിന് പ്രവർത്തകരുടെ മുമ്പിൽ ഇവൻ ആ ഖുറൈശി സഭയുടെ അധ്യക്ഷനാണ്. എന്ന് ഖുർആൻ പറഞ്ഞ അവൻ അവന്റെ സഭക്കാരെ വിളിക്കട്ടെ എന്ന് പറഞ്ഞില്ലേ? അത് ഇവന്റെ സഭയെ കുറിച്ചാണ്. ആ സഭയുടെ മുമ്പിൽ വെച്ചാ റസൂലുള്ളാഹി വിളിച്ചത്. എന്നിട്ടുണ്ടോ അവനെ കിട്ടുന്നു? ഇവൻ വരുന്നു. കാരണം കണ്ടിട്ട് അത്രയും ഞെട്ടിപ്പോയിനുവൻ. ഇതാണ് വിഖായത്തുല്ലാഹി അഗ്നത് അൻ മുദാഅഫതി
മിനദ്ദുറൂഇ വഅന്നാലിൻ മിനൽ ലുതുമി. നബി തങ്ങളുടെ ചുറ്റും കോട്ടകളില്ല, കോട്ടമതിലുകളല്ല നബി തങ്ങളെ രക്ഷിച്ചത്. നബി തങ്ങളെ രക്ഷിച്ചത് അങ്കിക്കുപ്പായങ്ങളല്ല, മറിച്ച് വിഖായത്തുള്ള അള്ളാഹുവിന്റെ സംരക്ഷണം. അത് ഇതിന്റെ ഒന്നും ആവശ്യമില്ലാതെയാക്കി. നോക്കൂ നിങ്ങൾ, എത്ര സുന്ദരമാണ് ഈ പറഞ്ഞ ആശയങ്ങൾ. ഇവൻ തന്നെ, ഇതാണ് അല്ലാഹു തആല ചവിട്ടാൻ വന്ന സമയത്താണ് അല്ലാഹു തആല സൂറത്തുൽ അലഖിൽ നിങ്ങൾ ഓതിയിട്ടുണ്ടാകും. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ അറഅയ്ത ഇൻ കാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്വാ അറഅയ്ത ഇൻ കസ്സബ വതവല്ലാ അലം യഅലം ബിഅന്നല്ലാഹ യറാ. അതപ്പം ഇറങ്ങിയതാണ്. ശേഷമുള്ളത് പിന്നൊരു ഘട്ടത്തിൽ ഇറങ്ങിയതാണ്. അതൊക്കെ പറയാൻ നമുക്ക് സമയമല്ല, നമ്മൾ ഈ വിഷയം മാത്രം പറയാം. നിങ്ങൾ ചോദിച്ചു, അറഅയ്ത കണ്ടിട്ടുണ്ടോ നബിയെ, നിങ്ങൾ കണ്ടവരുണ്ടോ? അറഅയ്ത അല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ, എന്റെ അടിമ നിസ്കരിക്കുമ്പോൾ എന്റെ അടിമയെ തടയാൻ വന്ന പഹയനെ കണ്ടവരുണ്ടോ? അറഅയ്ത. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ആ പ്രയോഗം ഇസ്തിഹ്സാഇന്റെ പ്രയോഗമാണ്, പരിഹാസത്തിന്റെ പ്രയോഗമാണ്, ആളെ കൊച്ചാക്കുന്ന പരിപാടിയാണ്. കണ്ടവരുണ്ടോ എന്ന് ചോദിക്കരുത്. ഇത് മലയാളികൾക്ക് വേറെ തിരിയല്ലോ, കാരണം നമ്മളെ ഇലക്ഷനിൽ കേൾക്കുന്ന ഒരു ശബ്ദം അത്. കണ്ടവരുണ്ടോ? ആരപ്പാ? നമ്മൾ സാധാരണ കേൾക്കുന്ന ആളെ പരിഹസിച്ച് പറയുന്ന ആരായിച്ച കണ്ടവരുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരപ്പാ? അല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ, എന്റെ അടിമ നിസ്കരിക്കുമ്പോൾ തടയാൻ വന്ന പഹയനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കാണാത്തത് കൊണ്ടല്ല. തോറ്റുപോയ സ്ഥാനാർത്ഥി നമ്മുടെ വീടാന്തരം വോട്ട് ചോദിച്ചു വന്നതാ, അയാളെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ചോദിക്കുന്നത് കണ്ടവരുണ്ടോ? കാണാത്തത് കൊണ്ടല്ല. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ അറഅയ്ത ഇൻ കാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്വാ അറഅയ്ത ഇൻ കദ്ദബ വതവല്ലാ അലം യഅലം ബിഅന്നല്ലാഹ യറാ. നബിയെ നിങ്ങൾ പറയണം, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നബിയെ, ഇൻ കാന അലൽ ഹുദാ, ഇവൻ ഈ തടയപ്പെടുന്ന മഹാൻ സന്മാർഗത്തിലാണെങ്കിലോ, സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നയാളാണെങ്കിലോ, ഔ അമറ ബിത്തഖ്വാ, അല്ലെങ്കിൽ തഖ്വ കൊണ്ട് കൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അതേസമയം തടഞ്ഞ മഹാൻ അറഅയ്ത ഇൻ കദ്ദബ വതവല്ലാ, അവൻ കള്ളനും പിന്തിരിപ്പനുമാണെങ്കിലോ, സത്യത്തിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവൻ, സത്യത്തിന് നേരെ കണ്ണെടുത്തവൻ, സത്യത്തെ മുഴുവൻ കളവാക്കിയവൻ, ഇതാണെങ്കിൽ തടയപ്പെട്ട ആള് വലിയ മഹാൻ, തഖ്വയുടെ മേൽ നിലയുറപ്പിച്ചയാള്, തഖ്വ കൊണ്ട് ജനങ്ങളോട് കൽപ്പിക്കുന്നയാള്. ഈയാളെ തടഞ്ഞതോ സമൂഹത്തിൽ ഏറ്റവും മോശക്കാരൻ. ഇവിടെയാണ് മഹാന്മാർ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ എന്നിടത്ത് അബൂജഹലിനെ കുറിച്ചാണ് ഇറങ്ങിയതെങ്കിലും അബൂജഹലിന്റെ പേരില്ല. കാരണം അബൂജഹലിന്റെ ഉപ്പാപ്പ ജനിക്കുന്നതിന്റെ മുമ്പ് ഖുർആൻ തീരുമാനമായിട്ടുണ്ട്. ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലല്ലോ, നേരത്തെ ഉള്ളതാണല്ലോ. ഇത് നമുക്ക് ആ ഭാഗത്തേക്കൊന്നും എത്താൻ കഴിയില്ല. ഖദീമത്തുൻ സിഫത്തുൽ മൗസൂഫി ബിൽ ഖിദമി എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ആ ഭാഗത്തേക്കൊന്നും നമ്മൾ എത്തുമെന്ന് തോന്നുന്നില്ല. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കുക, വളരെ കടുപ്പമുള്ള വിഷയമാണ് യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അല്ലാഹു തആല ഖുർആനിൽ എന്തുകൊണ്ട് അറഅയ്തല്ലദീ യൻഹാ എന്നിടത്ത് അബൂജഹലിന്റെ പേര് പറഞ്ഞില്ല? അതേസമയം അബൂലഹബിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, അബൂജഹലിന്റെ പേര് പറഞ്ഞിട്ടില്ല. അബൂലഹബിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അബൂലഹബിന്റേതല്ല. കാരണം അബൂലഹബ് എന്ന വലിയൊരു പ്രസ്ഥാനത്തിന്റെ നാമമാണത്. ഇതേ രൂപത്തിലാണ് അബൂജഹലിന്റെ പേര് പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ട്? ഈ ഏർപ്പാട് ചെയ്യുന്നവരൊക്കെ കാലാകാലം അബൂജഹലുമാർ ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ചില മഹാന്മാർ പറയുന്നു, ഫലാ തകൂനു ആബാ ജഹലിൻ, അതുകൊണ്ട് നിങ്ങൾ അബൂജഹലുമാരാവരുതേ. അബൂജഹലുമാരാകരുതേ നിങ്ങൾ. അതെന്താ? നന്മയുടെ വഴിയിൽ മുള്ളിടുന്നവരാവരുത്. നല്ല വഴിയിൽ പ്രവർത്തിക്കുന്ന, ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്ന ഒരു വലിയ പണ്ഡിതനെ തടയുന്നത് രണ്ടാം കിട രാഷ്ട്രീയക്കാരനാകുമ്പോൾ അവനെക്കുറിച്ച് തന്നെയാണ് ഇത്തരം പ്രയോഗങ്ങൾ ഖുർആൻ നടത്തിയിരിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അന്ന് സുബഹി പോലും നിസ്കരിച്ചിട്ടില്ലാത്തവനായിരിക്കും ഒരുപക്ഷെ ഒരു വലിയ പണ്ഡിതന്റെ പ്രവർത്തനത്തിൽ മുള്ളു വിതക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. സമൂഹത്തിൽ ഏറ്റവും താഴേക്കടയിലുള്ളവര്, ഏറ്റവും അത്യുന്നതരെ നന്മയിൽ നിന്ന് തടയുമ്പോൾ ഉണ്ടാകുന്ന ഗതികേടിനെ കുറിച്ച് ഓർക്കണം. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് സൂചന മതിയല്ലോ, ബുദ്ധിയുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അള്ളാഹു ചോദിച്ചു, ഇങ്ങനെയൊക്കെയാണെങ്കിൽ എത്ര ഗൗരവമുള്ള കേസാണിത്? അലം യഅലം ബിഅന്നല്ലാഹ യറാ, ഇവൻ അറിയൂലേ ഇതൊക്കെ റഹ്മാനായ റബ്ബ് കാണുന്നുണ്ടെന്ന്? എന്നിട്ടാണോ ഈ ധിക്കാരം? ഇവനെയൊക്കെ ഒതുക്കാൻ അല്ലാഹുവിന് കഴിയൂലേ? നല്ലൊരു ഭീഷണി അവിടെ മുഴക്കി വെച്ചു. എന്നിട്ടോ പാഠം പഠിച്ചോ? ഇല്ല. പക്ഷേ പിന്നീട് അല്ലാഹു തആല ആ ഭീഷണി പഠിപ്പിച്ചു. അത് പറയാൻ എനിക്ക് സമയമല്ല, അടുത്ത ഭാഗം അതാണ്.
അലം യഅലം ബിഅന്നല്ലാഹ യറാ കല്ലാ ലഇല്ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ എന്നിടത്ത് തുടരുന്നത് ആ ഭാഗങ്ങളാണ്. പക്ഷേ നമ്മുടെ വിഷയത്തിലേക്ക് ആവശ്യമായത് മാത്രം പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ റസൂലിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു കാത്തതാണ്. അള്ളാഹുവിന്റെ കാവലാണ് റസൂലുള്ളാഹിക്ക്. പിന്നെ മറ്റൊരിക്കൽ സുജൂദ് ചെയ്തപ്പോൾ അപ്പോഴും അവൻ വന്നിടപെട്ടു. എങ്ങനെ? അടുത്തേക്ക് വരാൻ ധൈര്യമില്ല, കുറെ ദൂരം നിന്ന് ഇങ്ങനെ ചോദിച്ചു, മുഹമ്മദേ എന്റെ മുമ്പ് തന്നെ വന്ന് ഈ വികൃതി പിന്നെയും കാട്ടണോ? ഞാൻ കഴിഞ്ഞ തവണ എന്നെ വേണ്ടാത്തതാ, എഴുന്നേറ്റ് പോയിക്കട്ടോ എന്ന്. അപ്പം വേണ്ടാത്തതാണ് കഴിഞ്ഞാടേ ഈ ഒരു പ്രയോഗം. അപ്പനാണ് അള്ളാഹു തആല തൊട്ടടുത്ത ആയത്തിറക്കിയേക്കല്ല, വേണ്ടട്ടോ ഇനിയും ഈ പരിപാടി അവസാനിപ്പിക്കാനായിട്ടില്ലേ ഇവന്, ഇവന്റെ തല നമ്മൾ ഭൂമിയിലൂടെ വലിക്കും. അങ്ങനെയാണ് ബദർ യുദ്ധത്തിൽ വലിച്ചത്. അതുവരെ പറയണം, അപ്പോഴേ അത് പൂർത്തിയാകുള്ളൂ. പക്ഷേ തൽക്കാലം അവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗമായതുകൊണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് നിങ്ങൾ തുടർന്നു വരുന്ന ഖുർആൻ ക്ലാസുകളിൽ തിരൂരങ്ങാടിയിൽ ആ ഭാഗത്തൊന്നും എത്തിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അവിടെ എത്തുമ്പോൾ വളരെ ഭംഗിയായി അവതരിപ്പിക്കും. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും തിരൂരങ്ങാടിയിൽ വിശുദ്ധ ഖുർആൻ പഠനവേദി നടക്കുന്നു. അതിലേക്ക് നിങ്ങൾ എത്തിപ്പെടുക എന്ന് മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഉണർത്താനുള്ളത്. കാരണം ഒരുപാട് വിഷയങ്ങൾ പറയാൻ, ഇത് സംബന്ധമായി ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് എടുക്കാൻ കഴിയും. ഇനി ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി ഇങ്ങനെ പാടി വരുമ്പോൾ ഇമാം ബൂസീരി അതിൻ്റെ ഇടയിൽ ഒരു വരി, അതെന്നെ വല്ലാതെ സ്വാധീനിച്ച ഒരു വരിയാണ്. ഇമാം ബൂസീരി പറഞ്ഞു, എൻ്റെ ഇഹ പര വിജയത്തിന് ഞാൻ മാനദണ്ഡമാക്കിയത് മുഹമ്മദ് റസൂലുള്ളാഹിയെയാണ്. അതാണല്ലോ നമുക്ക് പഠിക്കേണ്ടത്. വലൽ തമസ്തുഗിന ദാറൈനി മിൻ യദിഹി ഇല്ലസ്സലം തുന്നദാ മിൻ ഖൈരി മുസ്തലമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. റഹ്മാനായ റബ്ബേ, നിന്റെ ഹബീബിനെ കൊണ്ട് ഇഹപര സമൃദ്ധി കിട്ടുന്നവരിൽ ഞങ്ങൾ നീ പെടുത്തണം റഹ്മാനേ. വലൻ തമത്തു, ഞാൻ അന്വേഷിച്ചിട്ടില്ല, ഞാൻ തേടിയിട്ടില്ല. റിനദ്ദാറൈനി, ഇഹപര സമൃദ്ധി, ഇരുവീട്ടിലെയും സമൃദ്ധി ഞാൻ ചോദിച്ചിട്ടില്ല. മിൻ യദിഹി, നബിതങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഇല്ലസ്തലം തുന്നദാ മിൻ ഖൈരി മുസ്തലമി, തരുന്നവരിൽ ഏറ്റവും ഉത്തമനായ ഒരാളിൽ നിന്ന് ഞാനത് കൈപ്പറ്റിയിട്ടല്ലാതെ. ഇല്ലസ്തലം തുന്നദാ, വലിയ സംഭാവന തന്നെ ഞാൻ കൈപ്പറ്റിയിട്ടല്ലാതെ, വലിയ ദാനം തന്നെ ഞാൻ കൈപ്പറ്റിയിട്ടല്ലാതെ. മിൻ ഖൈരി മുസ്തലമി, കൈപ്പറ്റപ്പെടുന്നവരിൽ, തരുന്നവരിൽ ഏറ്റവും അത്യുത്തമരായവരിൽ നിന്നാണ് ഞാനത് കൈപ്പറ്റിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, എന്റെ ദുന്യാവിന്റെ ആഖിറത്തിന്റെ വിഷയം റസൂലുള്ളാഹിനോട് ഞാൻ ചോദിച്ചിട്ട് റസൂൽ തന്നെ ഖായിബാക്കിയിട്ടില്ല. ആരാ പറയണത്? ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി. സുഹൃത്തെ, അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ ഓരത്തു നിന്നോ അള്ളാഹുവിന്റെ ഹബീബിനെ മാറ്റി നിർത്തിയിട്ട് എന്നോ ജീവിച്ച് മരിച്ച് മണ്ണായിപ്പോയ ഒരു ഹബീബ് എന്നോർക്കുന്നവർക്ക് ഇതിനൊന്നും കഴിയൂല. വഅലമൂ അന്ന ഫീകും റസൂലല്ലാഹ് എന്ന് പച്ചയായി ഈ ആയത്തിനെ ഇന്നും ഓർക്കാൻ കഴിയുന്നവർക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു ഹരിതക ഭൂമിയിൽ നിന്ന് ചിന്തിക്കുമ്പോഴേ നിങ്ങൾക്കിത് നേടിയെടുക്കാൻ കഴിയൂ. ഈ പച്ച പിടിച്ച ഭൂമിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ആ ഹരിതക ഭൂമിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. അതാവട്ടെ നിങ്ങളുടെ ഹൃദയം. ഇന്ന ബൈതന്നം തസാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുദി എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയോ? നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് മതി. തീർച്ചയാണ്. ബഹുമാനപ്പെട്ട അബൂ അബ്ദുല്ലാഹിൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫി അസ്മാഇ സയ്യിദുൽ മുർസലീൻ എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നത് കാണാം. ദുനിയാവിലും ആഖിറത്തിലും ഇത് നമുക്ക് പഠിക്കുമെന്നതിന്റെ ഉദാഹരണങ്ങൾ പറയുന്നു ബഹുമാനപ്പെട്ടവര്. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിന്റെ ഹബീബ് മതി എന്നതിന്. ഇതെല്ലാം കൂടെ നമ്മൾ എങ്ങനെയാ പറഞ്ഞു തീർക്കുക? ഒരുപാട് ഭാഗങ്ങളുണ്ട് പറയാൻ. ദുനിയാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചതുകൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അപേക്ഷിച്ചതുകൊണ്ട്, റസൂലുള്ളാഹിനെ മുൻനിർത്തി അള്ളാഹുവിനോട് പറഞ്ഞതുകൊണ്ട് വല്ല ഫലവും കിട്ടിയവരുണ്ടോ? തീർച്ചയാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു യാഖൂബ് അൽ-വരീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അദ്ദേഹം ഖറജതു ഉരീദു ഷാം, ഞാൻ ഷാമിലേക്ക് പുറപ്പെട്ടു. ഷാമിലേക്ക് ഞാൻ യാത്ര ചെയ്തു. ഷാം ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്റെ പുറപ്പാട്. അങ്ങനെ പുറപ്പെട്ട് ഞാൻ എത്തിപ്പെട്ടത് അലഞ്ഞു തിരിഞ്ഞൊരു വലിയ മരുഭൂമിയിലാണ്. വഴി കാണാതെ ഞാൻ കുഴങ്ങി. എങ്ങനെ നടന്നാലും വലിയ കണ്ണ് കാണാത്ത അറ്റമില്ലാത്ത മരുഭൂമി. പല ആളുകളും അങ്ങനെ പറയാറുണ്ട്.
ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഈ ആടുമേക്കൽ വിസക്ക് പോയ ആളുകൾ നേരിട്ട് പറഞ്ഞ ഓരോ അനുഭവങ്ങളുണ്ട്. കൂട്ടത്തിൽ ആരെങ്കിലും അതിനൊക്കെ ഇരകളായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ബോധ്യപ്പെടും. ആടുമേക്കൽ വിസക്ക് പോയിട്ട് അറ്റം കാണാത്ത മരുഭൂമിയിൽ കൊണ്ടുപോയിട്ടത്, വെള്ളവുമില്ല ഭക്ഷണവുമില്ല. പിന്നെ അവിടെ നിന്ന് നടന്ന് ഒരു വണ്ടി കാണാൻ വേണ്ടി 25ഉം 50ഉം ഒക്കെ കിലോമീറ്റർ നടക്കേണ്ടി വന്നു എന്ന് ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്നോട് പറഞ്ഞത് ഞാൻ വേദനയോട് ഓർക്കുകയാണ്. അപ്പൊ അതേ രൂപത്തിൽ ഇയാൾക്ക് ഒരു പിടുത്തും കിട്ടാത്ത ഒരു ഭൂമിയിൽ അയാൾ ചെന്ന് വീണത്. മുഹമ്മദ് ബിൻ യാക്കൂബ് എന്ന് പറയുന്ന ഇദ്ദേഹം അങ്ങനെ അദ്ദേഹം പറയുന്നു, ഞാൻ ദിവസങ്ങളോളം അവിടെ കഴിച്ചുകൂട്ടി. അങ്ങനെ മരണത്തിന്റെ വക്കിലെത്തി ഞാൻ അങ്ങനെ കഴിച്ചുകൂട്ടുമ്പം ഇതാ രണ്ടാളുകൾ, രണ്ട് പുരോഹിതന്മാരെന്ന് തോന്നുന്നു, അവരവിടെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. അവരെ കണ്ടപ്പോ എനിക്ക് തോന്നി തൊട്ടടുത്തുനിന്ന് പുറപ്പെട്ടതാണെന്ന് തോന്നുന്നു. അവരുടെ വീടും അന്വേഷിച്ച് നടക്കുകയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ അവരുടെ അടുത്ത് ചെന്നു, അവരെ കണ്ടു. അവരെ കണ്ടിട്ട് ഞാൻ അവരോട് ചോദിച്ചു, അയിന തുരീദാൻ, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിച്ചു. അയിന തുരീദാനി, നിങ്ങളുടെ ലക്ഷ്യം എവിടെയാ? ഈ യാത്രയുടെ ലക്ഷ്യം എവിടെക്കാണെന്ന് ചോദിച്ചു വരും. മുഹമ്മദ് ബിൻ യാക്കൂബ് ഇങ്ങനെ അന്തം വിട്ട് ഈ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹം പറയാണ്, രണ്ടാളുകളെ ഞാൻ കണ്ടു, അവർ തൊട്ടടുത്തുനിന്നോ വന്നതായിട്ടാ എനിക്ക് തോന്നിയത്. അപ്പൊ അവർ വീടും അന്വേഷിച്ച് നടക്കുകയാണെന്ന് വിചാരിച്ചു. അവരെടുത്ത് എന്നിട്ട് ചോദിച്ചു, അതിനെ തുരീദാനി, നിങ്ങളൊക്കെ പോകുന്നു ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ലാനെതിരി, ഞങ്ങൾക്ക് അറിഞ്ഞൂടാം. എങ്ങോട്ടാ പോകുന്നത് ഇവർക്ക് അറിഞ്ഞൂടാം. ഇങ്ങനെ ഉണ്ടാവുക ഒരാള്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താ പരിപാടി, എവിടുക്കാ പോണത് എന്ന് ഇവർക്ക് അറിയില്ല. എവിടെന്നാ ഞങ്ങൾ വരുന്നത് അതറിയോ? ആലാ ലാനെതിരി. അവർ പറഞ്ഞു, അത് ഞങ്ങൾക്കറിയില്ല. എവിടുന്നാ വരുന്നതെന്നും അറിയില്ല, എവിടുക്കാ പോകുന്നതെന്നും അറിയില്ല. അപ്പൊ ഇദ്ദേഹത്തിന് ഇത് കേട്ടപ്പോ ഒരു തമാശയായിട്ട് തോന്നി. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ആ തെതിരിയാനി അയിന അന്തുമ, നിങ്ങൾ രണ്ടാളും എവിടെയാ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ രണ്ടാളും എവിടുക്കാരാണെന്ന് അറിയോന്ന് ചോദിച്ചു. ആല. അപ്പോ അവര് ഉടനെ തന്നെ അത് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഞാൻ അതെ. എവിടെയാണെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, അതെ അറിയാം. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, എവിടെയാ? അപ്പൊ ഇവരുടെ മറുപടി, ഫീ മുൽക്കിഹി വബൈന യദൈ, അവന്റെ അധികാരത്തിലും അവന്റെ ഉടമയിലും അവന്റെ അധികാരത്തിലും അവന്റെ മുന്നിലും. ആരുടേന്നൊന്നും പറഞ്ഞില്ല. അവന്റെ മുന്നിൽ അവന്റെ അധികാരത്തിലുള്ള ആളുകൾ, ഇത്രയേ ഉള്ളൂ. വീട് കാര്യത്തൊന്നും പറയാനില്ല. അള്ളാഹുവിന്റെ വഴിയിൽ ജീവിക്കുന്ന മഹാന്മാരാണ്, എല്ലാം ത്യജിച്ച് ജീവിക്കുന്ന മഹാന്മാരാണ്. ഇത് കേട്ടപ്പോ ഇദ്ദേഹത്തിന് മനസ്സിലായി, കുഴപ്പം എനിക്കാണ്. അപ്പൊ അദ്ദേഹം പാക്കുബൽത്തു അലാ നഫ്സി, അദ്ദേഹം പറയാണ്, അഖൂലുലഹ, എന്റെ സ്വന്തം ശരീരത്തോട് ഞാൻ പറഞ്ഞു, റാഹിബാനി യതഹഖഖാനി തവക്കുല അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ തവക്കുൽ ഉറപ്പിച്ച രണ്ടാളുകളാണ്. എന്നാൽ മോനെ, നിനക്ക് പറ്റിയ കുഴപ്പം നിനക്ക് തവക്കുലില്ലെന്നതാണ്. അദ്ദേഹം സ്വന്തം ശരീരത്തോട് പറയാൻ, മുഹമ്മദ് ബിൻ യാക്കൂബ് എന്ന് പറയുന്ന ഇദ്ദേഹം പറയുന്നു, ഞാൻ പറഞ്ഞു, സാധു, നീ നിന്റെ തവക്കുലൊന്ന് ഉറപ്പിക്ക്, പടച്ചോന്റെ മേൽ നിഷ്കളങ്കമായ തവക്കുല് വെക്ക്, അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തും, ഉറപ്പാണ്. വസല്ലിം ലഹു ഫീ ജമീഇ ഉമൂരിക, എല്ലാ കാര്യത്തിലും നീ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ മുഴുവനും. എങ്കിൽ തസ്ലിലല്ലാ, നീ അകപ്പെട്ട ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയും, നിനക്ക് അള്ളാഹുവിലേക്ക് എത്താൻ സാധിക്കും. ഉടനെ തന്നെ അവരോട് ഞാൻ ചോദിച്ചു, ശരി, നിങ്ങളെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായി വളരെ നല്ല ഒരു കൂട്ടരാണെന്ന് തോന്നുന്നു. ഉടനെ അവരോട് ചോദിച്ചു, നിങ്ങളോടൊപ്പം കൂടാൻ എനിക്ക് അനുമതി തരുമോ? ഞാൻ നിങ്ങളെ കൂടെ വരട്ടെ, നിങ്ങളുടെ ഒരു ഫ്രണ്ടായിട്ട്, ഫ്രണ്ട്ഷിപ്പിന് അനുവദിക്കോ? ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സൗഹൃദം സ്ഥാപിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കോ എന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, മോനെ, അതാവാം, അത് വേണമെങ്കിൽ ആയിക്കോ, ഞങ്ങളെ കൂട്ടുകാരനായിട്ട് വരാം. അങ്ങനെ ഞാൻ കൂട്ടുകാരനായി അവരുടെ കൂടെ സഞ്ചരിച്ചു. ഒരു വലിയ സംഭവമാണ്, ഞാൻ പെട്ടെന്ന് ചുരുക്കി പറയാം. ഞാൻ അവരുടെ കൂടെ സഞ്ചരിച്ചു. അങ്ങനെ വൈകുന്നേരമായപ്പോൾ അവർ നിസ്കരിക്കാൻ നിന്നു, മഗ്രിബ് നിസ്കാരം. ഞാനും മഗ്രിബ് നിസ്കരിക്കാൻ നിന്നു. ഞാൻ മഗ്രിബ് നിസ്കരിക്കാൻ നേരത്ത് വെള്ളമൊന്നുമില്ലല്ലോ, മരുഭൂമിയിലല്ലേ, ഞാൻ ഭൂമിയിൽ അടിച്ചിട്ട് തയമ്മം ചെയ്തു. അപ്പൊ ഇവര് നിസ്കരിക്കാൻ നിന്നിട്ടുണ്ട്. ഇവര് നേരത്തെ തന്നെ ഒന്നും എടുത്തു വന്നവരായിരിക്കും. ഇവര് ഒന്നും എടുത്തിട്ടില്ല. ഇവര് നിസ്കരിക്കാൻ നിന്നപ്പോ ഞാനിങ്ങനെ തയമ്മം ചെയ്ത് നിസ്കരിക്കുന്ന കണ്ടപ്പോ ഇവർ എന്റെ അടുത്തേക്ക് നോക്കിയിട്ട് വലഹിക്കാമിന്നി, എന്നെ കളിയാക്കി ചിരിക്കുന്നത് പോലെ തോന്നി എനിക്ക്. സാധു വെള്ളം കിട്ടാതെ തയമ്മം ചെയ്യാണ്. വലഹിക്കാമിന്നി, ഇവിടെ വെള്ളത്തിന് വേറെന്താ മാർഗം? അപ്പൊ ഇവര് തിരിച്ചത് എനിക്ക് പിന്നെയാ തിരിഞ്ഞത്. അദ്ദേഹം പറയാ, പലമാ പറവാമിൻ സലാത്തിഹിമാ വറബ അഹദുഹുമാ ബിയദിഹിൽ അർള വഇദൽ മാഉ കല്ലഹർ. അതാ വിഷയം. ഇവർ വിചാരിക്കുന്ന വെള്ളം കിട്ടാൻ ഇത്രയൊക്കെ പ്രയാസമുണ്ടോ? ഇത് കൂട്ടർ കുറച്ച് ഉയർന്ന കൂട്ടരാ. ഇദ്ദേഹത്തിന് എങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് അവരെന്നെ കളിയാക്കി തിരിച്ചത്. അങ്ങനെ നിസ്കാരം കണ്ട് കഴിഞ്ഞപ്പോ ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ ഭൂമിയിലാണ് അടിച്ചപ്പോ വെള്ളം ഇഷ്ടം പോലെ. ഖറാമത്താണ്.
വെള്ളം ഇഷ്ടം പോലെയതാ. ആ വെള്ളം കൊണ്ട് അതാ ആ വെള്ളം അവിടെ വന്നു. എന്നിട്ടോ ഭക്ഷണം റെഡിയാണ്. ഇതൊക്കെ കറാമത്തായിട്ട് ഇങ്ങനെ ഉണ്ടാകാൻ ഒരടിയാണ് അടിച്ചപ്പോഴേക്ക് വെള്ളം അവിടെ ഉണ്ട്, ഭക്ഷണം അവിടെ ഉണ്ട്. ഭക്ഷണം റെഡിയാണ് മുന്നിൽ. ഞാൻ അത്ഭുതപ്പെട്ടു. ഇവിടെയാണ് പഠിക്കാനുള്ളത്. എന്ത് ഇങ്ങനെ വലിയ കറാമത്ത് കാട്ടിയപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടെങ്കിലും സുമ്മായിത്തൻതു, പിന്നെ ഞാനൊരു കാര്യം ഉറപ്പിച്ചു വെച്ചു. അതെന്താ? അന്നൽ കറാമത്തെ കത്തത്തൂനുവല യതി അതുമില്ല. ചിലപ്പോൾ അള്ളാന്റെ ശത്രുക്കൾക്കും ഉണ്ടാകും ഇത്തരം വികൃതികളൊക്കെ. ഉണ്ടോ? വ്യാജ പരീക്കത്തിൽ കുടുങ്ങിപ്പോകുന്ന പലരും ഉണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം. നോക്കൂ, നിങ്ങൾ ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഇത്ര വലിയ കറാമത്ത് കണ്ടാക്കുന്നത് വരികയാണെന്ന് ഉറപ്പിച്ചാൽ പോരെ. പക്ഷെ അദ്ദേഹം ഒന്നും കൂടെ വീണ്ടാലോചിക്കുകയാണ്. എന്താണ്? പുനരാലോചിക്കണം. കാരണം അള്ളാഹുവിന്റെ ശത്രുക്കളും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കും. സത്യസായി ബാവ അന്തരീക്ഷത്തിൽ നിന്ന് സ്വർണ്ണം എടുത്ത് കാണിക്കുന്നത് അത് കണ്ട് വലിയ എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു വികൃതി കാണുമ്പോഴേക്ക് അത് ശരിയാണെന്ന് കരുതാൻ പാടില്ല. വളരെ വളരെ പിന്നോട്ട് മാത്രമേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഞാനവിടെ ഉറപ്പിച്ചു, അള്ളാഹുവിന്റെ ശത്രുക്കളുടെ കയ്യാലെയും കറാമത്തൊക്കെ വരും. അതവരെ ചൂണ്ടലിട്ട് പിടിക്കുകയാണ്. അള്ളാഹു എത്രത്തോളം ഇവൻ ധിക്കാരം കാണിക്കും. അങ്ങനെ ചില അത്ഭുതങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഇത് കറാമത്താണോ അതോ ഒരു കറാമ്പെറുപ്പാണോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കണമെങ്കിൽ കുറച്ചും കൂടെ കഴിയണം. കണ്ടോ നിങ്ങൾ, ശരീഅത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ഇവരിലുണ്ടോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടേ അത്ഭുതം കാണുമ്പോഴേക്ക്, അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് ഞാൻ അങ്ങോട്ട് കുടുങ്ങിപ്പോകില്ല. കണ്ടോ നിങ്ങൾ, ഇതും കൂടെ നിങ്ങൾ കൂട്ടത്തിൽ വായിക്കേണ്ടതാണ്. ഏതാവട്ടെ, നമ്മുടെ വിഷയം അതല്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കറാമത്ത് കിട്ടണമെങ്കിൽ ഇസ്തിഖാമത്തിന്റെ കറാമത്താണ് യഥാർത്ഥ കറാമത്ത്. ദീനീ വിരുദ്ധമല്ലാത്ത കാര്യങ്ങളിൽ നീങ്ങണം. വഇന്നമൽ കറാമത്തുൽ മുഖറബതു മിനല്ലാഹി കറാമത്തുൽ ഇസ്തിഖാമത്തി മഅല്ലാഹ്. ശരീഅത്തിന് വിരുദ്ധമായി നീങ്ങിയാൽ അതിന്റെ പേര് കറാമത്തല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പോകുകയാണ്. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, സുമ്മ ഖാലാലി ഉദ്നു വകുൽ വശ്റബ്. അവരെന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് അടുത്തിരുന്നോ, തിന്നോ, കുടിച്ചോ, അങ്ങനെ വെള്ളമുണ്ട്, ഭക്ഷണമുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ അക്കൽത്തുവ ശരിത്തുവ തവല്ലൗതു. അപ്പൊ ഞാൻ കുടിച്ചു, അതുപോലെ തിന്നു, തവല്ലൗതു, ഉദു എടുത്തു. കാരണം ഇവർ ഇതിന്റെ മുമ്പ് എവിടുന്നോ അടിച്ച് വെള്ളം എടുത്ത് ഉദു ചെയ്ത് വന്ന കൂട്ടരാ. അപ്പോ ഇപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. ഞാൻ ഉദു എടുത്തു. അങ്ങനെ ഉദു എടുത്തു. സുമ്മ ഗാബൽ മാഉ അന്ന. ആവശ്യം കഴിഞ്ഞപ്പോൾ വെള്ളം പോയി, വെള്ളം കാണാനില്ല. അങ്ങനെ പിന്നെ വീണ്ടും അവർ നിസ്കാരത്തിലേക്ക് നിൽക്കുന്നു, ഞാനും നിസ്കാരത്തിലാണ്. അങ്ങനെ രാത്രി സമയത്ത് ഹത്താ അസ്ബഹ്നാ, നേരം പുലരുന്നത് വരെ ഞങ്ങൾ നിസ്കരിച്ചു. സുമ്മ സിർനാ ഇലൽ ലൈലി, പിന്നെ രാത്രി വരെ നടന്നു. രാത്രിയായപ്പോൾ ഫലമ്മാം തൈനാ ഖദിമൽ ആഖർ, അന്ന് വൈകുന്നേരമായപ്പോൾ മറ്റേയാൾ വന്നു. ഫദആ ബിസാഹിബിഹി ബഅദ അൻ സല്ലാ ബിഹി വദറബൽ അർള ബിയദിഹി ഫനബഅൽ മാഉ വളഹറ തആം. പിന്നെ മറ്റേയാൾ വന്നു. ഇന്നലെ അടിച്ച ആളല്ല ഇന്ന് അടിച്ചത്, ഇന്ന് മറ്റേയാളാ അടിച്ചത്. രണ്ടാളും നല്ല പവറുള്ള ആളാണ്. മറ്റേയാള് ഭൂമിയിലൊന്നാണ് അടിച്ചു. അതാ വരുന്നു. ഫനബഅൽ മാ, വെള്ളം ഉറവയെടുത്തു. വദഹറ തആം, ഭക്ഷണം അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഈ ഭക്ഷണം റെഡി, വെള്ളം റെഡി. ഇനി ഇതിന്റെ മുമ്പിൽ അവരെന്നോട് പറഞ്ഞു, ഉദുനു വകുൽ വശ്റബ് വതവല്ലൽ, തിന്നോ, കുടിച്ചോ, ഉദു എടുത്തോ. അങ്ങനെ ഞങ്ങൾ തിന്നു, കുടിച്ചു, ഉദു ചെയ്തു. പിന്നെ ആ വെള്ളം വീണ്ടും ആവശ്യം കഴിഞ്ഞപ്പോ പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പം മൂന്നാമത്തെ രാത്രി വന്നപ്പം ഫലമ്മാ കാനത്തിൽ ലൈലത്തു സാലിസ, അവിടെയാണ് നമ്മുടെ വിഷയം. മൂന്നാമത്തെ രാത്രി വന്ന സമയത്ത് ഖാലാലി, അവർ രണ്ടുപേരും എന്നോട് പറഞ്ഞു, ഇതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. മിനിയാന്ന് മറ്റോന്റെ തിന്നു, ഇന്നലെ മറ്റോന്റെ തിന്നു, ഇന്ന് രാത്രിയായപ്പോ അവരെന്നോട് പറഞ്ഞു, യാ മുസ്ലിം അല്ലൈലത്തു ലൈലത്തുക വനൗബതുക, ഇന്നത്തെ രാത്രി നിന്റെ രാത്രിയാണ്, നിന്റെ വിടവാണ്. ഇത് വെള്ളം ഭക്ഷണം എന്റെ കയ്യിലാട്ടോ, അടിച്ചു കണ്ടെടുക്കണം. ഇത് കേട്ടപ്പോഴേക്കും ഞാൻ ആകെ ബേജാറായിരുന്നു. കാരണം ഇത് തിന്നാൻ സുഖമുണ്ടായിരുന്നു. ഇത് ഞാൻ അടിച്ച് അങ്ങനെ കിട്ടുമെന്ന് എനിക്ക് യാതൊരു പിടുത്തൂല്ല. ഇവിടെയാണ് ഹബീബിനെ മുൻനിർത്തിയിട്ട് കൽബ് പൊട്ടിയാണ് ചെയ്യാൻ. അതാ വിഷയം. ഇങ്ങനെയാണ് വന്നപ്പോ പടച്ചോനെ, ഇങ്ങനെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഖാല മുഹമ്മദ് ബിൻ യാഖൂബ് പറയുന്നു, ഇങ്ങനെ വന്നപ്പം ഫസ്തഹ്യയ്തു മിൻ ഖൗലിഹിമാ, അവരുടെ വാക്ക് കേട്ടിട്ട് ഞാൻ നാണിച്ചു പോയി. പടച്ചോനെ, ഞാൻ മാനം കെടുമല്ലോ. വദാഖലനി മിൻ ദാലിക ഹമ്മുൻ ശദീദ്, വലിയ ടെൻഷൻ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. എന്തു ചെയ്യും ഞാൻ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. വഹിസ്തുൽ ഫദീഹ, ഞാൻ ഇവിടെ മാനക്കേടാവുമല്ലോ, ഞാൻ ആകെ വഷളാവുമല്ലോ എന്ന് ഞാൻ പേടിച്ചു. പക്ഷേ എന്റെ ആ പേടിയൊക്കെ വങ്കസറ കൽബി, എന്റെ ഹൃദയം പൊട്ടി. പക്ഷേ അതൊക്കെ ഞാൻ അവിടെ മറച്ചു വെച്ചു, ആരെയും കാണിച്ചില്ല. ഫഖുൽതു ഫീ നഫ്സി, ഞാൻ എന്റെ മനസ്സിൽ ആത്മാർത്ഥമായി പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഅലമു അന്ന ദുനൂബി ലം തദഇലി ഇൻദക ജാഹം വലാ വജാഹ വലാകിന്നി
അസ്അലുക ബിഹബീബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഖദരിഹിൽ അളീമി ഇൻദക ഇല്ലാ മാ ജബർത ഖൽബി. പഠിച്ചവനെ, അല്ലാഹുമ്മ ഇന്നി അഅലം, പഠിച്ചവനെ ഈ സാധുവിന് ഉറച്ച തീരുമാനമുണ്ട്, അറിയാം, ഉറച്ച വിശ്വാസമുണ്ട്, എനിക്ക് ശരിക്കറിയാം പഠിച്ചവനെ, അന്നദുരൂബി, ഞാൻ ചെയ്തു കൂട്ടിയ പാപക്കൂമ്പാരമില്ലേ, ലം തദഇദി ഇൻദക ജാഹം വലാ വജാഹ, നിന്റെ അടുത്ത് എനിക്ക് ഇത്തരത്തിലുള്ള പവറും സ്ഥാനവും ഒന്നും എന്റെ പാപങ്ങൾ ഇട്ടും ബാക്കി വെക്കുന്നില്ലെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ, ഞാൻ ചെയ്ത പാപം കൊണ്ട് എനിക്ക് ബോധ്യമുണ്ട്, ഇത്തരത്തിലുള്ള പവറൊന്നും എനിക്ക് കാണിക്കാൻ കഴിയൂല. പക്ഷേ എന്നെ മാനം കെടുക്കരുത് റബ്ബേ. വലാകിന്നി അസ്അലുക ബിഹബീബി, പക്ഷേ ഞാൻ ചോദിക്കുന്നത് നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ ഹക്ക് ജാഹു കൊണ്ട് ഞാൻ ചോദിക്കുകയാണ് പടച്ചോനെ, നീ എന്നെ മാനം കെടുക്കരുത്. വഖദരിഹിൽ അളീമി ഇൻദക, നിന്റെ അടുത്ത് ഹബീബിന് വലിയ സ്ഥാനമുണ്ടല്ലോ പടച്ചോനെ. ഇല്ലാ മാ ജബർത ഖൽബി, നീ എന്റെ കൽബ് പരിഹരിച്ചാലല്ലാതെ ഒരു മാർഗവുമില്ല. നീ എന്നെ പരിഹരിക്കുകയല്ലാതെ എന്റെ കൽബിതാ തകരുന്നു റബ്ബേ. നീ എന്നെ ഉറപ്പിച്ചു നിർത്തണം, നീ എനിക്ക് വെള്ളം തരണം. ആ സമയത്ത് ഞാൻ മനസ്സിന് ആത്മാർത്ഥമായി ഇതങ്ങ് ദ്വാരുന്നപ്പോ അപ്പോ അതാ ചാടി വരുന്ന വെള്ളം, വലിയൊരു നദി തന്നെ കുത്തി ഒഴുകിങ്ങോട്ട് വരുന്നു. ഇഷ്ടം പോലെ ഭക്ഷണം. അപ്പോ മറ്റൊരാകെ അന്തം വിട്ടു, ഇവൻ അടിക്കും വേണ്ടല്ലോ, ഉണ്ടെങ്കിൽ ഇവൻ അടിക്കും വേണ്ട, സാധനം വിചാരിച്ചപ്പോഴേക്ക് വന്നല്ലോ. അവർ അത്ഭുതപ്പെട്ടു പോയി. ഇത് ഹബീബിനോടുള്ള മഹബത്ത് കൊണ്ട് മാത്രം നടന്നതാണ്. അദ്ദേഹം പറയുന്നു, അദ്ദേഹം ഒരു നല്ല മനുഷ്യനുമാവും, വലിയ മഹാനുമാവും. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബിനെ മുൻനിർത്തി ചോദിച്ചപ്പോൾ കണ്ടോ നിങ്ങൾ, ഇതാ മഹാനായ ഇമാം ബൂസൈരി പറഞ്ഞത്, ആഖിറവും പരലോകവും ചോദിച്ചിട്ട് എനിക്കൊന്നും മുടങ്ങിയിട്ടില്ല. ആഖിറവും ദുനിയാവും ചോദിച്ചിട്ട് ഒന്നും മുടങ്ങിയിട്ടില്ല, എല്ലാം കിട്ടിയിട്ടുണ്ട്. ആഖിറത്തിനും കിട്ടിയിട്ടുണ്ട്, ദുനിയാവിലും കിട്ടിയിട്ടുണ്ട്. ദുനിയാവിൽ കിട്ടിയതിനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ദുനിയാവിൽ മറ്റൊരാൾക്ക് കിട്ടിയതിനൊരു ഉദാഹരണമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, മഹബത്ത്, തെളിഞ്ഞ മഹബത്തുണ്ടോ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. എത്രയോ പറയാൻ, അങ്ങനെ ആ വിഷയം കുറെ പറയാനുണ്ട്. ഇനിയും അതിന്റെ ബാക്കി ഒരുപാട് വരുന്നുണ്ട്. ഭക്ഷണമൊക്കെ റെഡിയായി. ആ ഭക്ഷണമൊക്കെ കഴിക്കാനിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയ, ഞാൻ ദുആ ചെയ്തപ്പോ എനിക്ക് കിട്ടിയത് യഥാർത്ഥത്തിൽ വീണ്ടും ഒരു ഊഴം എനിക്ക് വന്നു. 6ാമത്തെ ദിവസം വീണ്ടും ഒരു ഊഴം കിട്ടിയപ്പോൾ ഞാൻ ഇതുപോലെ ദ്വാരുന്നു. അന്ന് എനിക്ക് കിട്ടിയത് രണ്ടാളുടെ ഭക്ഷണമാണ്. രണ്ടാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണവും, രണ്ടാൾക്ക് കഴിക്കാനുള്ള വെള്ളവും, രണ്ടാൾക്ക് കുടിക്കാനുള്ള വെള്ളവും, രണ്ടാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണവും. അപ്പോൾ ഒരാൾ എന്നോട് ഇങ്ങനെ പറയുന്നത് പോലെ എനിക്ക് തോന്നി, യാ മുഹമ്മദ് ബിൻ യാക്കൂബ്, ഇയാളുടെ പേരും മുഹമ്മദാണ്. മുഹമ്മദ് ബിൻ യാക്കൂബ്, അറദ്നാ ബിക്കൽ ഇസാർ അല്ലദീ ഖസസ്നാ ബിഹി മുഹമ്മദനിൽ മുഖ്താർ. മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഒരു പ്രത്യേകതയുണ്ട്. അതെന്താ? താൻ കഴിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് അങ്ങനെയാണ് നിന്നെ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ, കൂട്ടുകാർക്കാണ് കൊടുത്താളാ, നെയ്യ് പട്ടിണി കിടന്നാളാണ്. അപ്പൊ ഞാൻ ഓല് കൊടുത്തു. അപ്പൊ അവരെന്നോട് ചോദിച്ചു, ഇതെന്തേ അത്ഭുതം, ഇന്ന് ഞങ്ങൾക്ക് തന്ന് നെയ്യ് കഴിക്കാതിരുന്നത്? അപ്പൊ പറഞ്ഞു, എന്റെ ഹബീബിന്റെ മാർഗ്ഗം അതാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ ആഖിറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സമൃദ്ധി കിട്ടിയ ആളുകള് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറുകൾ വന്ന് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞപ്പോ അല്ലാഹു തആല ആ ഖബറുകൾ വന്ന് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞവർക്ക് അല്ലാഹു തആല മാപ്പ് കൊടുത്ത സംഭവം കാണാം. ഇത് ആഖിറത്തിലേക്കുള്ള നേട്ടാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് മുഹമ്മദുനിൽ ബാഹിലി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് മദീനത്ത് ചെന്നപ്പോൾ ദഖൽതുൽ മദീനത ഹത്താ ദഹൈതു ഇലാ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ മദീനയിൽ ചെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്ത് ചെന്നു. ഫഇദാ ബിഅറാബിയ്യിൻ, ആ സമയത്തതാ അനാഖ ബഇറഹു, അവിടെ ഒരു അറാബി വന്ന് അയാളുടെ ഒട്ടകത്ത് അവിടെ മുട്ടുകുത്തിച്ചിട്ടുണ്ട്. അയാൾ നേരെ റസൂലുള്ളാഹിന്റെ റൗദയിലേക്ക് അങ്ങ് കടന്ന് ഫസല്ലമ സലാമൻ ഹസന, നബി തങ്ങൾക്ക് വളരെ സുന്ദരമായൊരു സലാം പറഞ്ഞു. സലാം പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, നബിയേ അങ്ങേക്ക് വേണ്ടി എന്റെ ഉമ്മയും എന്റെ ഉപ്പയും ദണ്ഡമാണ് നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഹസ്സക ബിവഹീഹി, അല്ലാഹു നിങ്ങൾ അവന്റെ വഹീ കൊണ്ട്
പ്രത്യേകം തെരഞ്ഞെടുത്തവരാണ്. വഅൻസല അലൈക കിതാബഹു, അല്ലാഹുവിന്റെ കിതാബ് ഖുർആൻ നിങ്ങളുടെ മേൽ ഇറക്കിയവരാണ്. വജമഅ ലക ഫീഹി ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ, മാത്രമല്ല നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ, ആദ്യത്തവരുടെയും അവസാനത്തവരുടെയും ജ്ഞാനം നൽകപ്പെട്ടിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ത്? നബി തങ്ങൾ ഒരു സഹീഹായ ഹദീസിൽ പറഞ്ഞു, ഊതീതു ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ, എനിക്ക് മുൻഗാമികളുടെയും പിൻഗാമികളുടെയും അറിവ് നൽകപ്പെട്ടിട്ടുണ്ട്. ഇന്ന് തല പുണ്ണായി ചിന്തിച്ചു കണ്ടെത്തുന്ന ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനങ്ങള് അതടക്കം ഹബീബിന് അറിയുമെന്ന് വിശ്വസിച്ചെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. നബി തങ്ങൾ പറയുന്നു, ആഖിരീങ്ങളുടെ വിവരവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ. അതുകൊണ്ടാണ് ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. നബിയെ, അങ്ങയുടെ ദാനത്തിന്റെ ചെറിയൊരു ഭാഗമല്ലേ അദ്ദുനിയാ വദറതഹ, ദുനിയാവും അതിന്റെ ചക്കളത്തിയായ ആഖിറവും. അത് രണ്ടും അങ്ങനെയല്ല നബിയെ, കഴിഞ്ഞില്ല. വമിൻ ഉലൂമിക, നബിയെ നിങ്ങളുടെ അറിവിന്റെ ചെറിയ ഒരു അംശമല്ല നബിയെ. വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി, ലൗഹുൽ മഹ്ഫൂദിൽ കലം കൊണ്ടെഴുതിയ വിവരങ്ങളും, അല്ലെങ്കിൽ ഇൽമൽ ലൗഹി വൽ ഖലമി, പേനയായ പേന കൊണ്ട് ബോർഡായ ബോർഡുകളില് എഴുതിയ മുഴുവൻ അറിവും, പുസ്തകങ്ങളിൽ വരച്ചിട്ട അറിവ്, പലകകളിൽ വരഞ്ഞിട്ട അറിവ്, പേന കൊണ്ടെഴുതിയ അറിവ് നബിയെ അങ്ങേക്കുണ്ട്. അതൊക്കെ നിങ്ങളുടെ അറിവിന്റെ ചെറിയ ഒരു ഭാഗമാണ്. വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അതുകൊണ്ട് നബിയെ, നിങ്ങൾക്ക് മുൻഗാമികളെ കുറിച്ച് അറിയാം. മുൻഗാമികളുടെ അറിവുണ്ട്, പിൻഗാമികളുടെ അറിവുണ്ട്. നിങ്ങളുടെ അറിവിന്റെ റേഞ്ച് തീരുമാനിക്കാൻ, നിങ്ങളുടെ അറിവിന്റെ റേഞ്ച്, ആ വ്യാപ്തി എത്രമാത്രമാണ് എന്ന് തീരുമാനിക്കുന്നവൻ ബുദ്ധിയില്ലാത്തവനാണ് നബിയെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലൗ അന്നഹും ഇളലമു, അദ്ദേഹം ഓതുകയാണ്, വലൗ അന്നഹും ഇളലമു അൻഫുസഹും. നബിയെ, ജനങ്ങൾ അവരുടെ സ്വന്തം ശരീരങ്ങളോട് അതിക്രമങ്ങൾ ചെയ്താൽ, മുഴുവൻ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ചെയ്തവർ കൂട്ടാടുന്ന ഒരു ഘട്ടത്തിലെത്തുമ്പോ അവർ നിങ്ങളുടെ അടുത്തെത്തും. പാപഭാരം താങ്ങാനാവാതെ നിങ്ങളുടെ അടുത്തെത്തും നബിയെ അവർ. എന്നിട്ട് അല്ലാഹുവിനോട് അവർ ഇസ്തിഗ്ഫാർ ചെയ്യും. മാത്രമല്ല അവരുടെ പ്രവാചകൻ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ പറയും. അല്ലാഹുവിനോട് അവർ ഇസ്തിഗ്ഫാർ ചോദിക്കും. പടച്ചോനെ, പാപം പുറത്തേറിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളന്റെ അടുത്ത് വന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് നബി തങ്ങളുടെ അടുത്ത് വന്ന്, വഫാത്തിന് ശേഷം റൗളയുടെ അടുത്ത് വന്ന്, ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു, ആ സമയത്ത് റസൂലുള്ളാഹി അവർക്ക് വേണ്ടി പാപമോചനത്തിന് യാചിക്കും. പടച്ചോനെ, ഈ സാധുവിനെ നീ പുറത്തു കൊടുക്കണേ എന്ന് റസൂലും പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വജദുല്ലാഹ തവ്വാബർ റഹീമാ, അവർക്ക് അവരുടെ റബ്ബിനെ, അല്ലാഹുവിനെ തൗബ സ്വീകരിക്കുന്നവനും കരുണക്കടലുമായി അവർക്ക് കാണാൻ കഴിയും. വല്ലാത്ത സ്നേഹമുള്ളവൻ, വല്ലാതെ തൗബ സ്വീകരിക്കുന്നവൻ, പക്ഷാതാപം സ്വീകരിക്കുന്നവൻ. റഹ്മാനായ റബ്ബേ, ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, റബ്ബേ, ഒരാഴ്ചയോളമായി ഇതുപോലെ ഇവിടെ സംഗമിക്കുന്ന, ഒരാഴ്ചയിലധികമായി റബ്ബേ ഇവിടെ ഒത്തുകൂടുന്ന നിന്റെ ഹബീബിനോടുള്ള മഹബത്ത് കൊണ്ടാൽ ഈ ഇരിക്കുന്നവരിൽ അധിക പേർക്കും നിന്റെ ഹബീബിന്റെ റൗള കാണാൻ കഴിയാത്തവരായിരിക്കും. ഞങ്ങളുടെ പാപഭാരങ്ങളും കൊണ്ട് നിന്റെ ഹബീബിന്റെ റൗളയിൽ വന്ന് അതാ ഹബീബ് കിടക്കുന്ന ആ ഹോളിന്റെ നേരെ നിന്ന് വളരെ സങ്കടത്തോടെ ഞങ്ങളുടെ സങ്കടങ്ങൾ ഞങ്ങളുടെ ഹബീബിനോട് പറഞ്ഞ്, ഞങ്ങളുടെ ഹബീബ് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ അടുത്ത് റെക്കമെന്റ് പറഞ്ഞ് പാപം പൊറുക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. എത്രയും പെട്ടെന്ന് ഹജ്ജും ഉംറയും നിർവഹിക്കാൻ, ഹബീബിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. പഠിച്ചവനെ, നിന്റെ ഹബീബിന്റെ മേൽ ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കത് സാധിപ്പിച്ചു തരണേ റഹ്മാനേ. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഈ ആയത്തങ്ങോതിയിട്ട് അറാബി പറയുന്നു നബി തങ്ങളോട്, വഖദ് അതൈതുക മുഖിറം ബിദ്ദുനൂബ്, നബിയേ, ഈ സാധു നിങ്ങളുടെ അടുത്ത് വന്നത് എന്റെ പാപം ഏറ്റു പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നബിയേ.
എന്നിട്ട് മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബിക്, എന്റെ റബ്ബിനോട് നിങ്ങളൊന്ന് റെക്കമെൻഡ് പറയണം. അത് അന്വേഷിച്ച് വന്നതാണ് ഞാൻ, അതും തേടിയാണ് ഞാൻ ഇവിടെ എത്തിയത്. നിങ്ങളുടെ റെക്കമെൻഡ് തേടി, നിങ്ങളുടെ ശഫാഅത്ത് വേണം. ഈ സാധുവിനോടൊന്ന് ഈ സാധുവിനൊന്ന് പുറത്തു തരാൻ നിങ്ങളുടെ റബ്ബിനോടൊന്ന് പറയണം നബിയേ എന്ന് ഈ അഅറാബി പറയുകയാണ്. ആ അഅറാബി അത് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ വെച്ച് പൊട്ടിക്കരഞ്ഞു പാടി, യാ ഖൈറ മൻ ദുഫിനത് ഫിത്തുറുബി അഉദുമുഹു فطاب من طيبهن القاع واللكم أنت النبي الذي ترجى شفاعته عند الصراط إذا ما زلت القدم نفسي فداء لقبر أنت ساكنه ونفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. കണ്ടോ ഈ അഅറാബി പാടുന്നു, നബിയേ യാ ഖൈറ മൻ ദുഫിറത് ഫിത്തുറുബി അഅ്ദുമുഹു ഫതാബ മിൻ ത്വയ്ബിഹിന്നൽ فطاب من طيبهن القاع والأكم. നബിതങ്ങൾ അങ്ങനെ വിളിക്കുകയാണ്, അഭിസംബോധനം ചെയ്യാം. യാ ഖൈറ മൻ ദുഫിന ഫിത്തുറുബി അഅ്ദുമുഹു, മണ്ണിൽ അസ്ഥികൂടങ്ങൾ മറവ് ചെയ്യപ്പെട്ട ശരീരങ്ങൾ മറച്ചുവെക്കപ്പെട്ടവരിൽ ഏറ്റവും അത്യുത്തരമരായവരെ എന്ന് പറഞ്ഞാൽ മണ്ണിനടിയിൽ കിടക്കുന്ന മറവ് ചെയ്യപ്പെട്ടവരിൽ ഏറ്റവും അത്യുത്തമരെ യാ ഖൈറ മൻ ദുഫിനത് യാ ഖൈറ മൻ ദുഫിനത് ഫിത്തുറുബി അഅ്ദുമുഹു ഫതാബ മിൻ ത്വയ്ബിഹിന്നൽ ഖാഉ വല്ലകമു. ആ ശരീരത്തിന്റെ സുഗന്ധം കൊണ്ട്, ആ ശരീരത്തിന്റെ നറുമണം കൊണ്ട് നബിയേ അവിടെയുള്ള കുന്നുകളും അവിടെയുള്ള സമനിരപ്പായ ഭൂമികളും എല്ലാം സുഗന്ധമുള്ളതായി മാറിയിട്ടുണ്ട്, നല്ല നറുമണമുള്ളതായി മാറിയിട്ടുണ്ട്. ഫതാബ മിൻ ത്വയ്ബിഹിന്നൽ ഖാഉ വല്ലകമു, റൗദയുടെ തൊട്ടടുത്തുള്ള കുന്നുകൾക്കും അവിടെ മറഞ്ഞു കിടക്കുന്ന അവിടെ ഉള്ള നിരന്ന സ്ഥലങ്ങൾക്കും അതിനൊക്കെ നബിയെ വല്ലാത്ത മണമുണ്ട്. ആർക്കായി വാസന കിട്ടുക? ബഹുമാനപ്പെട്ട ഇമാം ബുസീരിയും പറഞ്ഞതാത് ലാ ത്വയ്ബ യഅ്ദിലു തുറു നബിയുടെ ശരീരത്തെ ആലിംഗനം ചെയ്തു നിൽക്കുന്ന മണ്ണിനേക്കാൾ ആ മണ്ണിനോട് കിടപിടിക്കുന്ന സുഗന്ധമില്ല ലോകത്ത്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞ, എന്നിട്ട് നമ്മൾക്ക് അവിടെ പോയിട്ട് സുഗന്ധം അനുഭവിക്കുന്നുണ്ടോ? അനുഭവിക്കണമെങ്കിൽ ആ മൂക്ക് വേണം, ആ മൂക്ക് തന്നെ വേണം, അല്ലെങ്കിൽ കിട്ടൂല. ജലദോഷമുള്ളവൻ സുഗന്ധം മണത്തിട്ട് മണമില്ലാന്ന് പറഞ്ഞത് അവന്റെ കുഴപ്പമല്ലേ? അവന്റെ മൂക്കിനാ കുഴപ്പം, സാധനത്തിന് മണമില്ലാത്തത് കൊണ്ടല്ല. അപ്പൊ അത് കിട്ടണമെങ്കിൽ ആ പവറിലേക്ക് നമ്മൾ ഉയരണം. പലർക്കും അത് കിട്ടിയിട്ടുണ്ട്. അല്ല, നബി തങ്ങളുടെ റൗദക്കകത്താണ് ഈ വാസന എന്ന് പറയുന്നവരുമുണ്ട്. പുറത്ത് തന്നെ കിട്ടിയ എത്രയോ മഹാന്മാരുണ്ട്, അവരിത് വല്ലാതെ ആസ്വദിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കുപ്പായവുമായി വരുമ്പം ദാ ഇന്നീല അജിദു റീഹ യൂസുഫ്, യൂസുഫിന്റെ മണം എനിക്ക് കിട്ടുന്നു എന്ന് യാഖൂബ് നബി അലൈഹിസ്സലാം പറയുകയാണ്. മറ്റുള്ളവർക്കൊന്നും അത് കിട്ടിയില്ലല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഇത്തരം പ്രയോഗങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിലുമുണ്ട്. അത് മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് ഇതിനെയൊക്കെ വിമർശിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, അന്തന്നബിയുല്ലദീ തുർജാ ശഫാഅതു, റെക്കമെൻഡ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന നബിയാണ് നബിയേ നിങ്ങൾ. അന്തന്നബിയുല്ലദീ തുർജാ ശഫാഅതുഹു ഇൻദ സിറാത്തി ഇദാ മാ ദല്ലത്തിൽ ഖദമു, സിറാത്ത് പാലം കടക്കുമ്പോൾ ഞങ്ങളുടെ കാലുകൾ വഴുതി പോകുമ്പോൾ നബിയേ ഞങ്ങളെ രക്ഷിക്കാൻ അങ്ങ് മാത്രമാണുള്ളത്. ഈ അറാബി ഖബറിന്റെ അടുത്ത് വെച്ച് പാടുകയാണ്, അന്തന്നബിയുല്ലദീ തുർജാ ശഫാഅതുഹു ഇൻദ സിറാത്തി ഇദാ മാ ദല്ലത്തിൽ ഖദമു. എന്നിട്ട് അവിടുന്ന് പാടുന്നു, നഫ്സി ഫിദാഉൻ, എന്റെ ശരീരം വേണമെങ്കിൽ ദാനമാണ് നബിയേ. ഖബരിൻ അൻത സാകിനുഹു, നിങ്ങൾ അന്തിയുറങ്ങുന്ന ഈ ഖബറിന് എന്റെ ശരീരം ഞാൻ തരാൻ തയ്യാറാണ്. നഫ്സി ഫിദാഉൻ ലിഖബരിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. അതിലാണല്ലോ നബിയെ ചാരിത്രശുദ്ധിയുള്ളത്, അതിലാണല്ലോ നബിയെ ധർമ്മമുള്ളത്, അതിലാണല്ലോ നബിയെ ഔദാര്യമുള്ളത്. ആ ഖബറിനകത്ത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിച്ച് പാടിയതാ. ആ അഅറാബി അത് പാടി. സുമ്മൻസറഫ, പിന്നെ അദ്ദേഹം തിരിച്ചു പോന്നു. ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ബാഹിരി റഹ്മഹുല്ലാഹ് പറയുകയാണ്, ഫമാ ശക്കത്തു അന്നഹു റാഹ മഗ്ഫൂറൻ ലഹ്. ആയത്തോതി അല്ലാഹുവിന്റെ റസൂലിനോട് വിഷയം പറഞ്ഞിട്ടാ സങ്കടം പറഞ്ഞത്. അതുകൊണ്ട് എനിക്കുറപ്പാണ് അയാളുടെ പാപം പൊറുത്തിട്ടുണ്ട്, എനിക്കൊരു ലവലേശം സംശയമില്ല. കണ്ടോ നിങ്ങൾ? അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ആഖിറത്തിന്റെ കാര്യം ചോദിച്ചാലും തരും, ദുനിയാവിന്റെ കാര്യം ചോദിച്ചാലും തരും. പക്ഷേ രണ്ടും ചോദിക്കാൻ അല്ലാഹുവിന്റെ ഹബീബിനോട് നമുക്ക് മഹബ്ബത്ത് വേണം. ആ മഹബ്ബത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കൂ. ഇനി വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള മദ്ഹ് ഇതും കൂടെ പറയണമെന്ന് കരുതിയാ ഞാൻ എന്തായാലും ഈ പ്രസംഗത്തിൽ ഖുർആനിനെ കുറിച്ച് ഇമാം ബൂസീരി പറഞ്ഞ ഭാഗങ്ങൾ എന്തായാലും കേൾപ്പിക്കണമെന്ന് കരുതിയതായിരുന്നു. കാരണം 5 കൊല്ലമായി ഇതിന്റെ ഖാദിമായി നടക്കുന്നത് കൊണ്ട് വിശുദ്ധ ഖുർആനിനെ കുറിച്ച് മഹാനായ ഇമാം ബൂസീരി കേൾപ്പിച്ച വരികൾ എന്തായാലും കേൾപ്പിക്കണമെന്ന് മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് സാധിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ആ അവസാന വരികൾ ചർച്ച ചെയ്യണം. അതിന്റെ മുമ്പ് ഖുർആൻ എന്തായാലും പരാമർശിക്കാതിരിക്കാൻ പറ്റില്ല. 1 or 2 വരികളെങ്കിലും ഖുർആനിനെ കുറിച്ച് പറഞ്ഞതിൽ നിന്ന് എടുക്കാം. ഏകദേശം ഒരു 8-9 വരികൾ ഖുർആനിൽ നിന്ന് പരാമർശിക്കണമെന്ന് ഞാൻ കരുതിയിരുന്നു, ഖുർആൻ പരാമർശത്തിൽ നിന്ന്, ഈ ഇമാം ബുസീരിയുടെ വരികളിൽ നിന്ന്. പക്ഷേ അതിന് സമയം കിട്ടിയില്ല. നമ്മുടെ സമയം അവസാനിച്ചതുകൊണ്ട് ഇനിയും നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടും അലോട്ടഡ് സമയം അവസാനിച്ചതുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അർഹമുർ റഹീമായ തമ്പുരാൻ സാധുക്കളായ നമ്മുടെ മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. ദഅനി വവസ്ഫിയ ആയാതിൻ ലഹു ബഹറാത് ഉളൂഹുറനാരിൽ ഖിറാ ലൈലൻ അലാ അലമി ഫദ്ദുറു യസ്ദാദു ഹുസ്നൻ വഹുവ മുൻതളിമു وَلَيْسَ يَنْقُصُ قَدْرًا غَيْرَ مُنْتَظِمٍ مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. മൗലാന മുഹമ്മദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിച്ചുകൊണ്ട് പാടുമ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ ഒരുപാട് അമാനുഷിക കഴിവുകളെ കുറിച്ച് പറയുകയുണ്ടായി. അതിലേറ്റവും വലിയ മുഅ്ജിസത്തായ വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനെ കുറിച്ച് പറയണമെന്നായിരുന്നു ഇന്ന് കരുതിയിരുന്നത്. പക്ഷേ എല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം തുടങ്ങി വെച്ചാൽ എവിടെയെങ്കിലും ഒന്ന് എത്തിക്കണമല്ലോ. അതുകൊണ്ട് അതിലേക്ക് കടക്കാൻ തന്നെ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ടവരും തന്റെ ഖസീദത്തുൽ ബുർദയിൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നബിതങ്ങൾ പ്രകടിപ്പിച്ച ഒരുപാട് അമാനുഷിക കഴിവുകൾ പറയുമ്പോൾ ഇത് ദഹിക്കാത്ത ഒരുപാട് ആളുകൾ സ്വാഭാവികമാണ്. അവരോടായി ഇമാം ബൂസീരി പറയുന്നു, ദഅനി വവസ്ഫിയ ആയാതിൻ ലഹു ലഹറത് ളുഹൂറനാരിൽ ഖിറാ ലൈലൻ അലാ അലമി ഫദ്ദുറു യസ്ദാദു ഹുസ്നൻ വഹുവ മുൻതളിമു വലൈസ യൻഖുസു ഖദ്റൻ ഗൈറ മുൻതളിമി. ഇങ്ങനെ തുടർന്ന് പാടുന്ന ഒരുപാട് വരികൾ ചർച്ച ചെയ്യണമെന്ന് കരുതിയിരുന്നു. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഞാൻ പറയുന്ന കാര്യങ്ങൾ ദഹിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ നിങ്ങൾ വിട്ടേക്കുക. ദഅനി, നിങ്ങൾ എന്നെ വിട്ടേക്കുക. ദഅനി വവസ്ഫിയ ആയാതിൻ ലഹു ലഹറത്, ഹബീബിന്റെ പ്രകടമായ ഒരുപാട് മുഅ്ജിസത്തുകൾ ഞാൻ വർണ്ണിക്കുകയാണ്. എന്നെ വർണ്ണിക്കാൻ അനുവദിക്കുക. നിങ്ങൾ എന്നെ വിടുക, നിങ്ങൾ എന്നെ സ്വതന്ത്രനായി വിടുക. നിങ്ങൾ എനിക്കൊരിക്കലും നിയമങ്ങൾ, അതിർവരമ്പുകൾ നിശ്ചയിക്കരുത്. ഹബീബിനെ മദ്ഹ് ചെയ്യുന്നിടത്ത് ഇത്രയേ പറയാവൂ. ഞാൻ ഹബീബിനെ മദ്ഹ് ചെയ്ത് ഹബീബിലെ ആ വലിയ ആളത്വം കാണുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും എനിക്കവിടെ പരിധി നിശ്ചയിക്കാൻ വരിക. അതൊരു സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞ് പരിധി നിശ്ചയിക്കാൻ വരരുത്.
ഹബീബിന്റെ ജീവിതത്തിൽ ഒരുപാട് അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്താൻ വേണ്ടി ശ്രമിക്കരുത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, ഒരുപാട് മുഅ്ജിസത്തുകൾ, ആ മുഅ്ജിസത്തുകൾ വളരെ പ്രകടമായ, പകൽ വെളിച്ചം പോലെ പ്രകടമായ മുഅ്ജിസത്തുകളാണ്. ളുഹൂറനാരിൽ ഖുറാ ലൈലൻ അലാ അലമീ, രാത്രി സമയത്ത് പർവ്വതത്തിന്റെ മുകളിൽ വിരുന്നു സൽക്കരിക്കാൻ എന്നോണം കത്തിക്കുന്ന തീ പ്രകടമാകുന്നത് പോലെ ഇതാ ഹബീബിന്റെ ഹബീബിന്റെ മുഅ്ജിസത്തുകൾ പ്രകടമായിരിക്കുന്നു. അറബികൾക്കൊരു സ്വഭാവമുണ്ടായിരുന്നു. കുന്നിന്റെ മുകളിൽ ആരാണോ വിരുന്നു സൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നത് ആളുകളെ മുഴുവനും അങ്ങോട്ട് വരുത്താൻ വേണ്ടി കുന്നിന്റെ മുകളിൽ കൊണ്ടുപോയി തീ മൂട്ടും. എന്തിനും? ഈ തീ കാണുമ്പോൾ, പുക പൊങ്ങുന്നത് കാണുമ്പം അവിടെ ആരോ നമ്മളെ സൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന നിലക്ക് അതാ അതിലെ കോടിയടുക്കും ജനങ്ങളെല്ലാം ഇതിനുവേണ്ടി ഉയർന്ന സ്ഥലത്ത് കൊണ്ടുപോയി തീ കത്തിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു. ഇത് ആ രാജ്യത്ത്, ആ സ്ഥലത്ത് എവിടെ തന്നെ, ഏത് കുണ്ടിൽ നിന്ന്, ഏത് കുഴിയിൽ നിന്നും, എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റുന്ന രൂപത്തില് ഉയർന്ന മലയിലായിരുന്നു ഈ തീ കത്തിച്ചിരുന്നത്. അതെടുത്തുകൊണ്ട് ആ ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി പറയുന്നത്, ഈ തീ എവിടെ നിന്നും നോക്കിയാൽ കാണാവുന്നത് പോലെ, അത് വെളിവാകുന്നത് പോലെ ഹബീബിന്റെ മുഅ്ജിസത്തുകൾ വളരെ പ്രകടമായ മുഅ്ജിസത്തുകളാണ് ഞാൻ വിളിച്ചു പറയുന്നത്. ആ പറയുന്ന മുഅ്ജിസത്തുകൾ നിങ്ങൾ പറയാൻ അനുവദിക്കുക. ഇതുവരെ പറഞ്ഞത്, ഇനി പറയാൻ പോകുന്ന വിശുദ്ധ ഖുർആനാകുന്ന മുഅ്ജിസത്ത് ഫദ്ദുറു യസ്ദാദു ഹുസ്നം വഹുവ മുൻതളിമു വലൈസ യൻഖുസു ഖദ്റൻ ഗൈറ മുൻതളിമി. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ എന്തേ ഞാൻ ഈ ബൈത്താക്കി, ഞാൻ ഈ കാവ്യരൂപത്തിൽ ഒരുമിച്ച് കൂട്ടിയ ഈ മുഅ്ജിസത്തുകൾ മാത്രമാണോ വലിയ മുഅ്ജിസത്തുകൾ? ഒരിക്കലുമല്ല. അതുമാത്രമല്ല, പക്ഷേ ഞാൻ കവിതാരൂപത്തിൽ അതിനെ ഒരുമിച്ച് കൂട്ടാനുണ്ടായ കാരണം, മുത്തുകൾ ഒരു മാലയിൽ കോർക്കുമ്പോൾ ആ മുത്തുകൾക്ക് സൗന്ദര്യം വർദ്ധിക്കുന്നുണ്ട്. മുത്തിന് വല്ലാത്ത സൗന്ദര്യമുണ്ട്, മുത്തിന്റെ സൗന്ദര്യം വർദ്ധിക്കുന്നുണ്ട്. വഹുവ മുൻതളിമു, അതൊരു ചരടിൽ മാലയായി കോർക്കുമ്പോൾ മുത്തിന് വല്ലാത്ത ചന്തമുണ്ട്. എന്നാൽ മാലയായി കോർക്കാതെ മുത്തു മാത്രം ഒരു ഭാഗത്ത്, ഒരു കുപ്പിയിലിട്ട് വെച്ചാൽ, ഒരു ഭാഗത്ത് വെച്ചാൽ മാലയിൽ കോർക്കാത്ത നിലയിൽ അതിനെ വേറിട്ട് വെച്ചാലും ഒരിക്കലും മുത്തിന്റെ ചന്തം കുറയുന്നില്ല, മുത്തിന് ബഹുമതി കുറയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ കവിതാരൂപത്തിൽ ഒരുമിച്ച് കൂട്ടിയത് മാത്രമാണ് വലിയ മുഅ്ജിസത്തുകളെന്ന് കരുതണ്ട. ഇതല്ലാത്തതും വലിയ വലിയ മുഅ്ജിസത്തുകളാണ്. മാത്രമല്ല, ഞാൻ എന്തുകൊണ്ട് ചിലതിനെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി എന്ന് ചോദിച്ചാൽ അത് കാണാൻ ഒരു ചന്തമുണ്ടാകും. മാലയിൽ കോർത്ത മുത്തുകളെ പോലെ പദ്യമായി ഇത് പാടുമ്പോൾ എന്തൊന്നില്ലാത്ത ഒരാനന്ദം, മനുഷ്യന്റെ ഹൃദയം ആനന്ദിക്കും, സ്വാഭാവികമാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് തുടർന്നുള്ള ഭാഗങ്ങൾ ഒരുപാട് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. ആ ഭാഗത്തിലേക്കൊന്നും കടന്നുവരാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്ത ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഖാഫദത കുല്ല മഖാമിൻ ബിൽഇളാഫതി ഇദ് നുദീത ബിർറഫി മിസ്ലൽ മുഫ്റദിൽ അലമീ. ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ഉന്നതികളും കീഴടക്കിയിരിക്കുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി പറയുന്നത്. ഖാഫദത കുല്ല മഖാമിൻ ബിൽഇളാഫ, മറ്റുള്ളവരിലേക്ക്, നിങ്ങളിലേക്ക് ചേർത്ത് നോക്കുമ്പം, നബിയെ അങ്ങേക്ക് അല്ലാഹു നൽകിയ സ്ഥാനം ചേർത്ത് നോക്കുമ്പം, ആ സ്ഥാനത്തേക്ക് ചേർത്ത് നോക്കുമ്പം മറ്റുള്ളവരുടെ സ്ഥാനമൊക്കെ നിങ്ങൾ താഴ്ത്തിക്കളഞ്ഞിരിക്കുന്നു നബിയെ. ഖഫൽത കുല്ല മഖാമിൻ ബിൽഇളാഫതി ഇദ് നുദീത ബിർറഫി മിസ്ലൽ മുഫ്റദിൽ അലമീ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എപ്പോഴും ഉയർച്ച മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളത്. ഇത് ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി അവതരിപ്പിക്കുന്നത് ഒരു ഗ്രാമറിക്കൽ തത്വത്തിലൂടെയാണ് ബഹുമാനപ്പെട്ടവർ ഇത് പറയുന്നത്.
അതുകൊണ്ട് നബിയെ ഇത് നൂദീത, നിങ്ങൾ വിളിക്കപ്പെട്ട സമയത്ത് മറ്റുള്ളവരുടെ സ്ഥാനമൊക്കെ വളരെ ചെറുതാണ്. എപ്പോഴും ഉയർന്ന സ്ഥാനം കൊണ്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അത് മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. മിസ്ലൽ മുഫ്റദിൽ അലമി, മുനാദാ മുഫ്റദുമായിരിക്കയെ പോലെ. ഇത് പണ്ഡിതന്മാർക്ക് മാത്രമേ മനസ്സിലാകൂ, മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രം പറയുകയാണ്. മുനാദാ മുഫ്റദുമായിരിക്ക എപ്പോഴും വന്നിന്റെ മേൽ മബ്നിയാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ അതിന് റഫ്അ് എന്ന് പറഞ്ഞു എന്ന് മാത്രം. മുനാദാ മുഫ്റദുമായിരിക്കയെ പോലെ എപ്പോഴും റഫ്ആൻ. മറ്റുള്ള മുനാദകൾക്കൊക്കെ നസ്ബാണെങ്കിൽ ഇതിന് റഫ്ആണല്ലോ കാണുന്നത്. അതേ രൂപത്തിൽ നബിയെ മറ്റുള്ള അമ്പിയാക്കളുടെ സ്ഥാനവും നിങ്ങളുടെ സ്ഥാനവും നോക്കുമ്പോൾ നിങ്ങളുടെ സ്ഥാനം അതെപ്പോഴും മർഫൂആൻ, ഉയർന്നു കാണുന്ന നബിയെ. മറ്റുള്ളവരുടേത് മഹ്ഫൂളാൻ, അത് താഴ്ന്നു കാണുന്നു നബിയെ. ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആശയങ്ങളും തുടർന്നൊരുപാട് വരികൾ, കാരണം ഈ 9 ദിവസം ചർച്ച ചെയ്തിട്ട് നമുക്കിവിടെ ഇത് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവസാനം ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഈ ഗുണഗണങ്ങളൊക്കെ ഈ സൽഗുണ സമ്പൂർണനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായുള്ള നമ്മൾ എന്തിനു ഭയപ്പെടണം? മുസ്ലിം ഉമ്മത്തിനോട് പറയുന്നു, സന്തോഷിച്ചോളൂ. ബുശ്റാ ലനാ മഅ്ശറൽ ഇസ്ലാമി ഇന്ന ലനാ മിനൽ ഇനായതി റുക്നൻ ഗൈറ മുൻഹദിമി. ബുശ്റാ ലനാ, നമുക്കാണ് സർവ്വവിധ സന്തോഷവും, നമുക്ക് സന്തോഷിക്കാനേ അവസരമുള്ളൂ. മഅ്ശറൽ ഇസ്ലാം, മുസ്ലിം സമൂഹമേ നിങ്ങൾ സന്തോഷിച്ചോ. ഇന്ന ലനാ മിനൽ ഇനായതി റുക്നൻ ഗൈറ മുൻഹദിമി, ഒരിക്കലും പൊളിഞ്ഞു പോകാത്ത, ഒരിക്കലും തകരാത്ത ഒരു കുറ്റി, ഒരു തൂണ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പറയാൻ, നിങ്ങൾക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റിയ, നിങ്ങളെ ഏറ്റെടുക്കാൻ പറ്റിയ ഒരത്താണി നിങ്ങൾക്കുണ്ട്. ഇന്ന ലനാ മിനൽ ഇനായതി റുക്നൻ ഗൈറ മുൻഹദിമി, നിങ്ങളെ പരിഗണിക്കാൻ ഇതാ ഒരു വലിയ അത്താണിയുണ്ട്. പൊളിഞ്ഞു പോകാത്ത തരത്തിലുള്ള ഒരു അത്താണി നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ അത്താണിയെ പിടിക്കുക, എങ്കിൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ലെന്ന് ബഹുമാനപ്പെട്ടവർ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി ഇന്നലെ നമ്മൾ പറഞ്ഞു ഇതിന്റെ ഉദാഹരണങ്ങൾ. ഞാൻ 2 വീട്ടിന്റെയും ആ സമൃദ്ധി എന്റെ ഹബീബിനോട് ചോദിച്ചിടത്തോളം കാലം എന്റെ ഹബീബ് എന്നെ നിരാശനാക്കിയിട്ടില്ല, എനിക്കത് കിട്ടിയിട്ടുണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് ഇവിടെ പറഞ്ഞു, നമ്മൾ ഇന്നലെ വിശദീകരിച്ചു കഴിഞ്ഞു. 2 ലോകത്തെയും സമൃദ്ധി റസൂലുള്ളാഹി തങ്ങളെ മുൻനിർത്തി ചോദിച്ചതുകൊണ്ട്, ഹബീബിനോട് അപേക്ഷിച്ചതുകൊണ്ട് ഹബീബ് കൊടുത്തതിന് ഉദാഹരണവും പറഞ്ഞു, പാപം പുറത്തു കൊടുത്തതിന് ഉദാഹരണം പറഞ്ഞു. അത് ആഖിറത്തിലേക്കുള്ള സമൃദ്ധിയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തി തന്റെ കൂട്ടുകാരുടെ ഇടയിൽ എന്നെ നീ മാനം കെടുക്കരുതേ എന്ന് ഇന്നലെ ആ മരുഭൂമിയിൽ നിന്ന് ആ സഹോദരൻ പറഞ്ഞത്, അബൂ അബ്ദുല്ലാഹിൽ അൻസാരി ഓർമ്മപ്പെടുത്തിയത്, എഴുതി വെച്ച ചരിത്രം, അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയ ചരിത്രം ഇന്നലെ നമ്മൾ സദസ്സിനെ കേൾപ്പിച്ചു തരുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലില് നിങ്ങൾക്ക് ഇരുലോക നേട്ടം നിങ്ങൾക്ക് ലഭ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എല്ലാം സമർപ്പിക്കുക. ഇങ്ങനെ ഇന്ന് വന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ബുറുദയുടെ അവസാന ഭാഗം, യാ അക്റമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദഹുലു ലിൽ ഹാദിഫിൽ അമിനി എന്ന് തുടങ്ങിയ വരികൾ ചർച്ച ചെയ്യണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ മനഃപൂർവ്വം ഞാൻ ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേരിട്ട്, നബിയെ ഞങ്ങൾക്ക് ആ ഭയാനകമായ മുസീബത്തുകൾ വരുന്ന നാളില്, നാളെ പരലോകത്ത് വെച്ച് ഞങ്ങൾക്ക് അഭയം തേടാനുള്ളത് ആരോടാണ്? നബിയെ ഞങ്ങൾക്ക് സഹായം അഭ്യർത്ഥിക്കാനുള്ളത് ആരോടാണ്? നബിയെ ഞങ്ങൾക്ക് പിടിക്കാനുള്ള അത്താണി നിങ്ങളാണല്ലോ നബിയെ. സൃഷ്ടികളിൽ അത്യുത്തമരായ നബിയെ നിങ്ങൾ മാത്രമാണ്. ആ നിങ്ങൾ എനിക്ക് അനുഗ്രഹം ചെയ്തെങ്കിൽ മറ്റുള്ളവർക്ക് അത് കിട്ടാതിരിക്കില്ല. എനിക്ക് തരുമ്പോഴേ അങ്ങയുടെ കയ്യിലുള്ള അനുഗ്രഹം തീരില്ല, മറ്റുള്ളവർക്കും അത് കൊടുക്കാനുണ്ടാകും. ഈ ഭൂമി നിങ്ങളുടേത്, ഈ ദുനിയാവ് നിങ്ങളുടേതാണ്, പരലോകം നിങ്ങളുടെ ധർമ്മത്തിന്റെ ചെറിയ ഒരു ഭാഗമാണ്. അല്ല, ലൗഹിലും കലമിലുമുള്ള വിവരം നിങ്ങളുടെ വിവരത്തിന്റെ ചെറിയ ഒരു ഭാഗമാണ്. ഇങ്ങനെ ഇങ്ങ് പറഞ്ഞു കൊണ്ടുവന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്തതുകൊണ്ട്, ശരീരമേ നീ ഒരിക്കലും നിരാശപ്പെടണ്ട എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വന്തം ശരീരത്തോട് പറയുകയാണ്. യാ നഫ്സു ലാ തഖ്നതി മിൻ സല്ലത്തിൻ അദുമത്
ഇന്നൽ കബായിറ ഫിൽ ഗുഫ്റാനി കല്ലമമി. പാപാദിക്യം കൊണ്ട് നീ നിരാശയിലായി പോകണ്ട. പുറത്തു തരുന്ന വിഷയത്തിൽ വൻ പാപങ്ങൾ ചെറുദോഷങ്ങളെ പോലെയാണ്. അള്ളാഹുവിന് പൊറുക്കാൻ കഴിയാത്ത ഒരു ദോഷവുമില്ല. അതുകൊണ്ട് തന്നെ നീ എത്ര വലിയ പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിലും നിരാശപ്പെടണ്ട. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത് എന്ന്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അവസാനം നബിതങ്ങളെ മദ്ഹ് ചെയ്ത് തുടങ്ങിയതെങ്ങനെയാണ്, അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തുടങ്ങിയതെങ്ങനെയാ? അമിൻ തദക്കുരി റാനിൻ ബിദി സലബി മാസജ്തദം അൻതറാ മിൻ മുഖ്ലത്തിൻ ബിദമി. ഊസലമിലുള്ള നിന്റെ കൂട്ടുകാരെ ആലോചിച്ചിട്ടാണോ നീ ചെങ്കണ്ണീരൊഴിക്കുന്നത്? അന്ന് നമ്മൾ അതിന്റെ ഓരോ പദവും എടുത്ത് ചർച്ച ചെയ്തു. ഇന്ന് ഞാനത് പറഞ്ഞാൽ മാത്രം മതി. അവിടെ ജീറാൻ എന്ന് പ്രയോഗിക്കാൻ കാരണം നബിതങ്ങളെ മദ്ഹ് ചെയ്യുമ്പം അമിൻ തദക്കുരി ജാരിൻ ബിദി സലമി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ അവിടെ ജീറാൻ എന്ന പ്രയോഗം നടത്തിയത് ജൂസലമിലുള്ള നിന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുമ്പോ സുദ്ദീഖിനെ മാറ്റി നിർത്തിയിട്ട് നബിതങ്ങളെ ഓർക്കാൻ കഴിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബിനെ മാറ്റി നിർത്തിയിട്ട് നബിതങ്ങളെ ഓർക്കാൻ കഴിയില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ മാറ്റി നിർത്തിയിട്ട് റസൂലുള്ളാഹിനെ ഓർക്കാൻ കഴിയില്ല. അലി ഇബ്നു അബീ താലിബിനെ മാറ്റി നിർത്തിയിട്ട് റസൂലുള്ളാഹിനെ ഓർക്കാൻ കഴിയില്ല. ലക്ഷോപലക്ഷം സഹാബത്തിനെ മാറ്റി നിർത്തിയിട്ട് കഴിയില്ല. ആ തുടക്കം പോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി അവസാനിപ്പിക്കുന്നു. ആ ഒരൊറ്റ പരിപാടി നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രഭാഷണം അവസാനം എല്ലാവരും സ്റ്റേജിലേക്ക് കയറിയിരിക്കാൻ പറ്റുന്നവർ ഈ ബറക്കത്ത് ആലോചിച്ച് നിങ്ങൾ ഇങ്ങോട്ട് കയറിയിരിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. അപ്പോൾ അവസാനിപ്പിക്കുകയാണ്. കാരണം നമ്മുടെ സദസ്സ് ഒട്ടും ഇനി പ്രസംഗം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റിയൊരവസ്ഥയിലല്ല. ഇന്നലെ വരെ നടന്ന ഖസീദത്തുൽ ബുർദയുടെ പഠന പ്രഭാഷണം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം, കേൾക്കണം. കാരണം ബുർദ വലിയൊരു ലോകമാണെന്നെങ്കിലും ബോധ്യപ്പെടാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം. അതുകൊണ്ട് സുമർരിബാ അന്നബി ബക്കറിൻ വഅൻ ഉമരി വഅൻ അലിയും വഅൻ ഉസ്മാന ദിൽ കറമി എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സ്വഹാബാ കിറാമിനെ മദ്ഹ് ചെയ്ത് ആണ് ഇത് അവസാനിപ്പിക്കുന്നത്. അതും കൂടെ പറയണമെന്ന് കരുതിയതായിരുന്നു. തൽക്കാലം അവസാനിപ്പിക്കുന്നു. എല്ലാവരും നമ്മൾ ഇത്രയും ദിവസം ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി രചിച്ച ബുർദയുടെ ആശയതലങ്ങളാണ് പറഞ്ഞത്. റഹ്മാനായ റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ വാക്കുകളിൽ ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരിയുടെ ബുർദയുടെ മഹത്വത്തോട് യോജിക്കാത്ത വല്ല വ്യാഖ്യാനങ്ങളും വന്നുപോയെങ്കിൽ നീ പൊരുത്തപ്പെടണേ റഹ്മാനെ.